ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു വിശിഷ്ട ഗസ്റ്റ് ആണ്. നിങ്ങൾക്ക് ആർക്കും അധികം ആൾക്കാർക്കൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ജാഫർ ചളിക്കോട്. അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ ഇസ്ലാമിനെതിരെ സംസാരിച്ചതിന്റെ പേരില് ഒരുപാട് പ്രയാസങ്ങൾ മാനസികമായും സാമൂഹികമായും സാമുദായികമായും കുടുംബപരമായും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇസ്ലാമിനെ കുറിച്ച് കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ എഴുതിയതിന്റെ പേരില് കുറച്ച് കേസുകളും അങ്ങനെ ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളല്ലോ, അങ്ങനെയൊക്കെ ആയി കുറച്ച് ചുറ്റിവരിഞ്ഞ് നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട സമയത്ത് ആർക്കും മതം വേണ്ടായിരുന്നു. ആർമിക്കാരുടെ മതം വേണ്ട, രക്ഷിക്കാൻ വേണ്ടി ദുരന്ത നിവാരണത്തിന് വേണ്ടി ഇറങ്ങിയ ആളുകളുടെ മതം ആരും ചെകഞ്ഞില്ല. തന്നെയുമല്ല, അവർക്ക് ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, ടെന്റുകൾ നൽകിയവർ, വീട് നൽകാൻ സ്ഥലം നൽകിയവർ, വീട് നൽകിയവർ, പണം നൽകിയവർ, ഇവരുടെ ആരുടെയും മതം ആർക്കും വിഷയമായിരുന്നില്ല. അന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, രണ്ട് കാലിൽ എഴുന്നേറ്റ് നിന്നാൽ ഉടനെ ഇവരിനിയും മതത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പണം സംഭരിക്കുന്നതിന് വേണ്ടി പല രൂപത്തിലും പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാമ്പയിൻ എന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐക്കാർ ഒരു പന്നി ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ആവശ്യമുള്ളവര് കഴിച്ചാൽ മതി, ആവശ്യമുള്ളവര് വാങ്ങിയാൽ മതി, കുഴപ്പമില്ല. പന്നി വ്യവസായം ചെയ്ത് അതിന്റെ ഒരു സംഘടന തന്നെ ഇക്കഴിഞ്ഞ ദിവസമാണ് 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകിയതും അതിന്റെ തുടക്കം എന്ന വണ്ണം 7 ലക്ഷം രൂപ നൽകിയത് ഇന്നലെയാണ്. ആ സമയത്ത് കുഴപ്പമില്ലാതിരുന്ന പന്നിപ്പണം ഹലാലാണ്, പന്നി മാംസമാണ് ഹറാമ് എന്ന് പറയുന്ന ഒരു തരം ദുഷിച്ച ചിന്താഗതിക്കെതിരെ നമ്മൾ നിരന്തരം സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം മനുഷ്യന്റെ നിത്യജീവിതത്തിൽ എല്ലായിടത്തും കടന്നു വരുന്ന ഈ മതമുണ്ടല്ലോ, അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏത് മനുഷ്യനും മതമാകാം. ഇപ്പോ ജാഫറിന്റെ ഭാര്യ ഒരു പക്ഷേ വിശ്വാസിയായിരിക്കും, എന്റെ ഭർത്താവ് വിശ്വാസിയാണ്. അതൊക്കെ അവരുടെ സ്വകാര്യതകൾ. ഒരിക്കലും നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിക്കുന്നതോ അതിന് വിഘാതം സൃഷ്ടിക്കുന്നതോ ആയിരിക്കരുത്. എന്നാൽ മാത്രമാണ് നമുക്കതിനെതിരെ സംസാരിക്കേണ്ടി വരുന്നത്. ശ്രീ ജാഫർ, നമുക്കറിയാം പല വിഷയങ്ങളിലും ദുരന്തത്തിൽപ്പെട്ട സമയത്തൊക്കെ നമ്മുടെ മതം സഹായിക്കാൻ വരുന്നവർ നോക്കിയിട്ടുണ്ട്. എനിക്കൊരു സുഹൃത്തുണ്ട്, നാദിർഷ, കൊച്ചിക്കാരൻ, എറണാകുളം സ്വദേശിയായ മറ്റൊരു ബാദുഷ. അപ്പൊ ഇവരൊക്കെ ആലുവയിലെ പ്രളയത്തില് അവരുടെ ഒക്കെ വീട്ടിനകത്ത് വെള്ളം കയറി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് സഹായിക്കാൻ വേണ്ടി അരിയും സാധനങ്ങളുമായിട്ടൊക്കെ വന്ന ആളുകൾ എന്റെ ഈ സുഹൃത്തുക്കൾക്ക് ഒന്നും കൊടുത്തില്ല. ഇവര് ഈ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നവരാണ്, യുക്തിവാദികളാണ്, ഇവർക്ക് നൽകരുത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് കൊടുക്കുമ്പോൾ മതവും ഇങ്ങോട്ട് കിട്ടുമ്പോൾ മതമില്ലാത്ത ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. എന്താണ് ജാഫറെ, ഈ പന്നി മാംസം ഹറാമാണ്, എന്നാൽ പന്നി വിറ്റ് കിട്ടുന്ന പണം ഹലാലാണ് എന്ന് പറയുന്നതിനെ കുറിച്ച് ജാഫറിന്റെ വിലയേറിയ അഭിപ്രായത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ടീച്ചർ, ഞാൻ അതിന്റെ മുന്നേ നമ്മുടെ ദുരന്ത ഭൂമിയിലേക്ക് ഒന്ന് പോവുക. അപ്പോ ഈ ദുരന്തം സംഭവിച്ചതിന് ശേഷം മതം അവിടെ ഉണ്ടായിരുന്നു, മതം പ്രവർത്തിച്ചിരുന്നു, അതല്ലെങ്കിൽ എപ്പം തൊട്ട് മതം പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് നമുക്ക് ആദ്യം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഒരു കാരുണ്യവാനും കരുണാനിധിയുമായ ഒരു ദൈവത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ന് വിശ്വാസികൾ വിശ്വസിക്കാതിരിക്കുക. നമുക്ക് അങ്ങോട്ട് ഈ ദുരന്തത്തിലേക്ക് മതത്തെ വലിച്ചേക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അവിടെ സംഭവിച്ചത്, ഞാൻ നേരിട്ട് അനുഭവം ഉള്ള ആളാണ്. കാരണം ദുരന്തഭൂമിയിൽ പോയില്ലെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലൂടെ, അതേപോലെ തന്നെ ഇതിന്റെ ഹോസ്പിറ്റലുകളിലും ഇതിന്റെ ഭീകരത നേരിട്ട് കണ്ട ആളാണ്. ദുരന്തം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് മേപ്പാടി പോയിട്ട് ഒരു ദുരിതാശ്വാസ ക്യാമ്പിന്റെ ഭാഗമായിട്ട് അറ്റുപോയ അഭയങ്ങളും അതേപോലെ തിരിച്ചറിയപ്പെടാത്ത ഒരുപാട് മനുഷ്യ ശരീരങ്ങളും കണ്ട് മരവിച്ചു പോയ ഒരാളാണ്. അപ്പൊ അവിടെ എവിടെയും ആ രക്ഷാപ്രവർത്തനത്തിലോ അതേപോലെ തന്നെ ജനങ്ങളുടെ ആ ഒത്തൊരുമയിലേക്കോ നാട് നീളെ ഒരുപക്ഷെ രാജ്യത്തിനും അപ്പുറത്തേക്ക് നീളുന്ന കൈകള്, ആ കൈകൾ എവിടെയും നമ്മൾ മതം കണ്ടിട്ടില്ല, മതം തെരഞ്ഞിട്ടില്ല, മതം ചികഞ്ഞിട്ടില്ല. പക്ഷെ വെള്ളം വറ്റി ചളി മാത്രം ബാക്കിയാവുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ എന്താ ചേർന്നാൽ ചളി വാരി പോകാൻ തുടങ്ങും. അത് ആദ്യം തുടങ്ങുന്ന മതക്കാരാണ്. അവിടെ മതം പൊട്ടിമുളക്കും. അമ്പലങ്ങള് ഒഴുകിപ്പോയിട്ടുണ്ട്, പള്ളികൾ ഒഴുകിപ്പോയിട്ടുണ്ട്, പള്ളിയുടെ ഇമാമ വരെ അവിടെ മരിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രകൃതി ദുരന്തത്തിന്റെ സ്വാഭാവികതയെ സംഭവിച്ച.
നമ്മൾ ആരും അവിടെ മതം തിരയുന്നില്ല, മതം അവിടെ എവിടെയോ ഇല്ല എന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരാളും അവിടേക്ക് രക്ഷിക്കാൻ പോയ സമയത്ത് അല്ലെങ്കിൽ അവിടെ സംഭാവന കൊടുത്തിടത്തൊന്നും മതം നോക്കിയിട്ടില്ല. പക്ഷെ ഒരിത്തിരി കാലാവസ്ഥ തെളിഞ്ഞു, അപ്പം എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ വരുന്നുണ്ട്. അപ്പം കുറച്ചൊന്ന് തെളിഞ്ഞ സമയത്ത് നമുക്ക് മതം പറയാനുള്ള സമയമായി എന്ന് തുടങ്ങി ചെറുതായിട്ട് ഇവര് മതം പറഞ്ഞു തുടങ്ങുകയാണ്. കാരണം എല്ലാ മനുഷ്യന്റെ സകല മേഖലകളിലും പെട്ടുമുറുക്കിയിട്ട് അതിനെല്ലാത്തിലും മതം ഇട്ട് കുഴക്കുന്ന ഒരൊറ്റ മതമേ ഉള്ളൂ, അത് ഇസ്ലാമാണ്. ബാക്കി എല്ലാ മതങ്ങളും ഒരു പക്ഷേ അത്രത്തോളം ഭീകരമായിട്ട് മനുഷ്യന്റെ സകലത്തിലും ഇടപെടുന്നില്ല. ഇതൊക്കെ ഉദാഹരണമാണ്, ടീച്ചർ ഉദാഹരണമാണ്, ഞാൻ ഉദാഹരണമാണ്, നമുക്ക് ജീവിതങ്ങൾ ഉദാഹരണമാണ്. ഈ തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് ടീച്ചറെ പോലെ എന്നെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ശക്തമായിട്ട് അതിന്റെ മത ഇടപെടലുകളെ കൊണ്ട് തന്നെ പോലീസ് കേസുമായിട്ട് വരാൻ തുടങ്ങി. 150 ചാർജ് ചെയ്ത് മതകലാപം ഉണ്ടാക്കി എന്ന് പറഞ്ഞ കേസ് ചാർജ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മള് മാനവികത ലക്ഷ്യം വെച്ചിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 51 പ്രകാരം നമ്മൾ ഒരു പുരോഗമനപരമായിട്ട് ശാസ്ത്രമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉദയം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇത് മതത്തിന്റെ ഉള്ളത് പറയുമ്പോഴാണ് മതത്തിന് പൊള്ളുന്നത്. ഉള്ളത് കിതാബിലുള്ളത് പറഞ്ഞാലും മതത്തിന് പൊള്ളും. അങ്ങനെ നമ്മളൊക്കെ വേട്ടയാടപ്പെട്ട ആൾക്കാരാണ്. നമ്മളൊന്നും ഇത്തരം ദുരന്തങ്ങളുടെ സമയത്ത് നമ്മൾ മതമോ അല്ലെങ്കിൽ മതമില്ലായ്മയോടെ പറയാൻ പോയിട്ടില്ല. നമ്മുടെ മുമ്പിലൊക്കെ മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരുടെയും കേരളത്തിന്റെ ഒരുപക്ഷെ ഇതിന്റെ ദുരന്തം മനസ്സിൽ ഉൾക്കൊണ്ട ആൾക്കാരുടെ മുമ്പിൽ എവിടെയും നമ്മൾ മതം കണ്ടിട്ടില്ല. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം CMDRFിലേക്ക് ഈ പന്നി കർഷകർ ഒരു 10 ലക്ഷം ഓഫർ ചെയ്യും. അതിന്റെ ആദ്യഘടിയായിട്ട് 7 ലക്ഷം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ മുസ്ലിം ലീഗ് തൊട്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു ആപ്പ് തുടങ്ങി, അതിലേക്കും കോടികൾ ഒഴുകി. എന്തുകൊണ്ട് ഇവർക്ക് പന്നി കർഷകരോ അല്ലെങ്കിൽ പന്നി മാംസം കഴിക്കുന്നവരൊന്നും സംഭാവന കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അവരുടെ സംഭാവനകൾ സ്വീകരിച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ ചൂരൽമലയിലെ അല്ലെങ്കിൽ മുണ്ടക്കയിലെ അപകടപ്പെട്ട സമയത്ത് രക്തം കൊടുക്കാനുള്ള ഒരു സന്ദേശം വന്നപ്പോഴേക്ക് രക്തം കൊടുക്കാൻ വരി നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ അവിടെ കണ്ടു. അവര് ആ വരി നിൽക്കുന്ന ആൾക്കാര് അല്ലെ പന്നി മാംസം കഴിക്കുന്നവരുണ്ടാവും, ബീഫ് കഴിക്കുന്നവരുണ്ടാവും, അതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഞങ്ങൾക്ക് രക്തം പന്നി മാംസം കഴിക്കുന്നവരുടെ വേണ്ട അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്നവരുടെ വേണ്ട എന്ന് പറയുന്നവർ ആരും നമ്മളെ കണ്ടില്ല. എന്തിന്? ഒരു പോസ്റ്റ് കണ്ടു, 1-2 അമ്മമാര് ഞങ്ങള് മുല കുടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മുല കൊടുക്കാൻ വരെ തയ്യാറാണ്. എനിക്ക് കണ്ണിന്ന് വെള്ളം വന്നത് അത്രത്തോളം കേരളീയ സമൂഹത്തിന്റെ ഒരു പ്രബുദ്ധത കണ്ടിട്ട്. അത്രയും തയ്യാറായി. അപ്പം ആരെങ്കിലും അവിടെ പറഞ്ഞോ എന്റെ കുട്ടിക്ക് അല്ലെങ്കിൽ ഇന്ന കുട്ടിക്ക് അവര് പക്ഷേ പന്നിമാംസം കഴിക്കാൻ മതി, അതുകൊണ്ട് അവരുടെ മുലപ്പാല് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തെളിഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് മതം പറയാനും അത് മതം സ്ഥാപിക്കാൻ തുടങ്ങി എന്നതും അത് സ്ഥാപിക്കാനുള്ള തന്നെ ആയിരിക്കും എന്നും അത് തന്നെ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ മോഹനും ഭൂരിപക്ഷമായിരിക്കുമ്പോൾ അത് കൊടുക്കേണ്ടിടത്ത് അപ്ലൈ ചെയ്യാൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം അത് ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നാണ് അത് ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. 100 വട്ടം. മറ്റൊരു മതവിഭാഗത്തിനും ഈ സന്ദർഭത്തിൽ മതം നോക്കാൻ പറ്റില്ല. അവർക്കൊക്കെ അവര് ദുരന്തത്തിൽപ്പെട്ടാൽ അവർക്കൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. ഇപ്പോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പന്നി ഇറച്ചി ഹറാമാണ്, സമ്മതിക്കുന്നു. അവരുടെ മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളാണ്. അവരിത്രയും നമ്മളുമൊക്കെ ഈ മതത്തിന്റെ തന്നെ വക്താക്കളായിരുന്ന സമയത്ത് നമ്മളും അത് നന്നായി വിശ്വസിച്ചിരുന്ന ആളുകളാണ്. ഒരു ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പലിശ വാങ്ങുന്ന സഹകരണ ബാങ്കുകളിൽ അല്ലാഹു അക്ബർ എന്ന വിളിയോടുകൂടി ഖുർആൻ കയ്യിൽ പിടിച്ച് ഭരണത്തിൽ കയറിയ ഒരുപാട് ലീഗ് പ്രവർത്തകരുണ്ട്. സഹകരണ ബാങ്കിൽ എന്താ ചെയ്യുന്നത്? ഖുർആൻ പറഞ്ഞത് പലിശയെ സംബന്ധിച്ച് വ്യക്തമായ നിലപാടുള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ആശയധാരകൾ വിപുലീകരിച്ച് പറഞ്ഞ ഗ്രന്ഥമാണ് ഹദീസ്. ആക്കിലഹു വമൂക്കിലഹു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിന്നുന്നവൻ, തീറ്റിക്കുന്നവൻ, എഴുതുന്നവൻ, വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, എല്ലാ വിഭാഗവും ഹറാമാണ് എന്ന് പറഞ്ഞു. എത്ര പേര് ഇത് അംഗീകരിക്കുന്നുണ്ട്? മതപണ്ഡിത വേഷം പോലും ഉപേക്ഷിച്ച് സർക്കാർ ജോലികളിൽ കയറിയ ആളുകളെ നമുക്കറിയാം. അവരൊക്കെ പലിശ വാങ്ങുന്നില്ലേ? കൊടുക്കുന്നില്ലേ? അവര് ബാങ്കുകളിൽ നിന്നും വായ്പകൾ എടുക്കാറില്ലേ? ലോണുകൾ എടുക്കാറില്ലേ? അവര് തിന്നുന്നതും തീറ്റിക്കുന്നതും മുഴുവനും ഹറാമാണോ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം?
ഇപ്പം ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നു കോതമംഗലത്തുള്ള ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് ഇങ്ങനെ ഒരു ചലഞ്ചുമായിട്ട് വന്നത് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു പോർക്ക് ചലഞ്ചുമായിട്ട് വന്നത്. ഇതിന്റെ തൊട്ട് മുമ്പേ ഇവിടെ മറ്റേ യു.പിയിലൊക്കെ ബീഫ് നിരോധിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് പലയിടത്തും ബീഫ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് പരിപാടികൾ ഉടനീളം നടത്തി. അപ്പൊ ഒക്കെ ഈ എന്താ ഇസ്ലാം മത വിശ്വാസികളുടെ ഒരു ആഘോഷം നമ്മൾ കാണേണ്ടിയിരുന്നു. അപ്പം ഇവിടെയും ബീഫ് കഴിക്കാത്തവര് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്നു ബീഫ് കഴിക്കാത്തവരുണ്ട്. പിന്നെ എന്താ ഈ പശുവിനെ മാതാവായി കാണുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചോളം എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പശുവിനെ മാതാവായി കാണുന്നവർക്ക് മാതാവായി കാണാം, പശുവിനെ കഴിക്കേണ്ടവർക്ക് കഴിക്കാം, അതേപോലെ തന്നെ പന്നിയെ വെറുക്കേണ്ടവർക്ക് വെറുക്കാം, പന്നിയെ കഴിക്കേണ്ടവർക്ക് കഴിക്കാം. മാംസാഹാരം ആര് കഴിക്കുന്നുണ്ട് അത് ആഹാരത്തിന്റെ അവരുടെ തീരുമാനങ്ങൾ. ഒരുപക്ഷെ മാംസത്തിനോട് ജീവനെ കൊന്ന് കഴിക്കുന്നൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊന്നും കഴിക്കണ്ട. അവരോട് നമുക്ക് തീർച്ചയായിട്ടും സ്നേഹം ഉള്ളിലുണ്ട് താനും. പക്ഷെ ജീവനുള്ള വസ്തുക്കളെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് എന്താ സംരക്ഷിത വിഭാഗത്തിലൊന്നും പെടാത്ത കാര്യങ്ങളാണെങ്കിൽ, ഭരണഘടന അനുവദിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അവന്റെ ഒരു മനുഷ്യന്റെ തീരുമാനങ്ങളാണത്. ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞാല് കുറച്ചു മുമ്പ് അങ്ങനെ ബീഫ് ഫസ്റ്റ് നടത്തിയ സമയത്ത് ഉത്സവം നടത്തിയ മതവാദികൾ, പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകള്, ഇപ്പൊ ഒരു പോർക്ക് ഫസ്റ്റ് വന്നപ്പോഴേക്ക് പോർക്ക് കഴിക്കുന്നവർ കഴിച്ചോട്ടെ, കഴിക്കാണ്ടാത്തവർ കഴിക്കണ്ട, അവരവിടെ വയനാട്ടിലേക്ക് പോർക്ക് കൊണ്ടു കൊടുക്കാന്നല്ല പറഞ്ഞത്. അവര് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പൈസ അവിടെ കൊണ്ടു കൊടുക്കാം. പക്ഷെ നിങ്ങൾ ടീച്ചർ പറഞ്ഞ പോലെ പലിശ അത് എന്താ മഹാപാപങ്ങളിൽ പെട്ടൊരു പാപമാണ്. അപ്പം പലിശ കൊടുക്കുന്നവരെന്താ സ്വന്തം മാതാവിന് വാങ്ങുന്നതിന് കൊടുക്കുന്നവർ സ്വന്തം മാതാവിനെ വിഭജിക്കുന്നതിന് സമാണെന്നാണ് പറഞ്ഞത്. ടീച്ചർ പറഞ്ഞ ഒരു വലിയൊരു കാര്യമുണ്ട് ഇവിടെ. അതായത് ഇവിടെ നമ്മളിപ്പം കുറെ ബാങ്ക് ഇപ്പം പറഞ്ഞ ആളാണ് നാസർ ഫൈസി കൂടത്തായിയാണ് ഇപ്പം ഈ ഒരു വിവാദമായിട്ട് വന്നത്, ഇങ്ങനത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഫേസ്ബുക്കിൽ ചെറിയ കുറിപ്പ് എഴുതിയത് എന്താ, ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന എന്താ മതനിരപേക്ഷത സങ്കര സംസ്കാരമാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി. അപ്പൊ ഇതിന്റെ ഒരു വിഷയം എന്താ പറഞ്ഞാല് ഈ നാസർ ഫൈസി കൂടത്തായി സമസ്ത വിഭാഗത്തിൽ പെട്ട ആളാണ്. സമസ്ത വിഭാഗം മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന ഒരു മതസംഘടനയാണ്. അപ്പം ഈ മുസ്ലിം ലീഗ് ഭരണം നടത്തുന്ന കേരളത്തിൽ ഒരുപാട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്ന UDF ഒക്കെ ഭരണം നടത്തുന്ന ഒരുപാട് സഹകരണ ബാങ്കുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പൊ അതിന്റെ ഒരുപാട് പേര് അതിന്റെ പ്രസിഡന്റായി നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ബാങ്കുകൾ ഉടനീളം പലിശ കൊടുക്കുന്നുണ്ട്, പലിശ വാങ്ങുന്നുണ്ട്. മാത്രമല്ല സഹകരണ ബാങ്കുകളിലൊക്കെ കഴുത്തർപ്പം പലിശയാണ്. മറ്റ് കേന്ദ്ര ബാങ്കിനേക്കാളൊക്കെ കഴുത്തർപ്പം പലിശ വാങ്ങുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതിന്റെ നേതൃസ്ഥാനത്ത് ഈ നല്ല വിശ്വാസികളായ ഇതിന്റെയൊക്കെ അതേ സമസ്തകളൊക്കെ പ്രവർത്തകരായിട്ടുണ്ട് നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പം ഈ പലിശന് ഒരുപക്ഷെ മഹാപാപങ്ങളിൽ പന്നിറച്ചി കഴിക്കുന്നത് പറഞ്ഞിട്ടില്ല. ഈ മഹാപാപങ്ങളിൽപ്പെട്ട ഈ പലിശ വാങ്ങുന്നത് അതിനെതിരെ സംസാരിക്കാതെ അതിനേക്കാളും വലിയ ഒരു അവസ്ഥയായി കാണുന്നത് പ്രശ്നം ഒന്ന് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഇത്തരം സഹകരണ ബാങ്കുകളിലേക്ക് നടത്തുന്ന ഇലക്ഷനിലൊക്കെ എന്തുകൊണ്ട് സമസ്തയുടെ അംഗീകരിക്കുന്ന ലീഗിന്റെ ഭാഗത്തു നിന്ന് ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നു? എന്തുകൊണ്ട് അവിടെ പണക്കാരന്മാർക്ക് അത് നോമിനേറ്റ് ചെയ്യുന്നു? അപ്പം ഇതൊന്നും അവരുടെ കണ്ണില് പ്രശ്നങ്ങളല്ല. ഒരു കേരളീയ സമൂഹത്തിന്റെ ഒരു ജാതിയോ മതമോ നോക്കാതെ ഒരു മിക്സഡ് കൾച്ചറിൽ ജീവിക്കുന്ന ഒരാൾക്കാരുടെ ഇടയിലേക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൽ കുറെ കൂട്ടിച്ചേർക്കാനുണ്ട്. നമുക്ക് ഓണാഘോഷത്തെ പറ്റി പറയുന്ന സമയത്ത് കേരളത്തിന്റെ പല ഉത്സവങ്ങളിലും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞതും, അപ്പൊ അങ്ങനത്തെ ഒരുപാട് നമുക്ക് സമയത്തിന് കൂട്ടിച്ചേർക്കാം. പക്ഷെ ഇത്തരം കടന്നുകയറ്റങ്ങളും ഇത്തരം കാണേണ്ടത് കാണാതെ ഒരു ജനതയെ എങ്ങനെ കൈകോർത്ത് സംരക്ഷിക്കാം എന്നുള്ള രീതിയിൽ പല രീതിയിലും ആലോചിച്ച സമയത്ത് അതിലേക്ക് മതം കടത്തുന്ന ഇത്തരം വിളിച്ചുകളികൾ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടതും വിലയിരുത്തേണ്ടത് തന്നെയാണെന്ന് എന്റെ അഭിപ്രായം. ഇപ്പൊ ഇത് ഇത്രയും വിവാദമാകാൻ വേറെയും ചില കാരണങ്ങളുണ്ട്. ഇപ്പൊ നാസർ ഫൈസി കൂടത്തായി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോ അതുവരെ ഇവർക്ക് പ്രശ്നമില്ലായിരുന്നു. നമ്മൾ കണ്ടതാണ് 3 സൈനികര്, അതില് ഒരാളിന്റെ പേര് ഷാഫിന്നോ മറ്റോ ആണ്. അയാള് പിന്നീട് വന്ന് ആഷിഫ് വേദനയോടെ പറയുന്നുണ്ടായിരുന്നു, 3 കുഞ്ഞുങ്ങള്, 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, ഒരടുപ്പിന് ചുറ്റുമിരിക്കുന്നു. ഒരു അമ്മ ഇരുന്ന് എന്തോ തീയിട്ട് കലത്തിൽ ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് ഒരു ചെറിയ തുണി മാത്രം ഉടുത്ത് തണുത്തുറഞ്ഞ് ഒരു പിതാവും ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ദിവസം രക്ഷാപ്രവർത്തനത്തിന് പോയപ്പോ കാടിന്റെ സൈഡിൽ ഇവരെ കണ്ടു. അടുത്ത ദിവസവും കണ്ടപ്പോൾ ഈ 3 സൈനികർക്കും
ഒരത്ഭുതം തോന്നി. അവരടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ പട്ടിണിയാണ്. അവർക്ക് പുറത്തു പോകാനോ ഭക്ഷണം കിട്ടാനോ ഒന്നുമുള്ള ഒരു സൗകര്യവുമില്ല. അങ്ങനെ ഈ 3 സൈനികരും ഇവരുടെ അടുത്ത് പോയി. അപ്പൊ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. ബാഗ് തുറന്നപ്പോൾ ഒരു ബെഡ്ഷീറ്റ് ആണുള്ളത്. ഈ ബെഡ്ഷീറ്റ് 4 കഷ്ണങ്ങളാക്കുന്നു ഈ ആഷിഫ് എന്ന സൈനികൻ. എന്നിട്ട് ഒരു കഷ്ണം തുണി വെച്ച് 1 വയസ്സുള്ള കുഞ്ഞിനെ ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ തന്നെ ശരീരത്തോട് വെച്ച് കെട്ടി. മറ്റ് 2 വയസ്സ് 3 വയസ്സ് അവര് രണ്ടുപേരും മറ്റേ 2 സൈനികരുടെയും ശരീരത്തോട് ഈ ബെഡ്ഷീറ്റ് വെച്ച് കെട്ടി. ഒരു കഷ്ണം തുണി ഈ ചുരുണ്ടുകൂടി കിടക്കുന്ന ഈ മനുഷ്യനും കൊടുത്തു. ചെളിയും മണ്ണുമാണ്, തണുത്തുറഞ്ഞു കിടക്കുകയാണ്, ഭക്ഷണം കിട്ടിയിട്ട് ദിവസങ്ങളായി. ഇവരങ്ങനെ ഒരു ചെറിയ കയറ് ആണ് ഉള്ളത്, ഇവരിറങ്ങി വരാൻ വേണ്ടിയിട്ട് മലയുടെ മുകളിൽ നിന്ന് കെട്ടിയത്. ഇവരെങ്ങനെയെങ്കിലും ഈ സ്ത്രീയെ മുകളിൽ കയറ്റിവിട്ടു, ഈ മനുഷ്യനെ കയറ്റിവിട്ടു. ഇവരിങ്ങനെ കയറി വരികയാണ്. എന്നിട്ട് ഈ മലയിൽ നിന്ന് ഒഴുകി വരുന്ന ചെളിവെള്ളം പിടിച്ചിങ്ങനെ അവർ കുടിക്കുന്നുണ്ട്. വേറെ ഒന്നും ഇല്ല, തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടാനില്ല. അങ്ങനെ എന്നിട്ട് ഈ മനുഷ്യൻ പറയുക, രക്ഷപ്പെടുത്തിയതിനു ശേഷം ഈ 3 മക്കളും കരഞ്ഞിട്ടില്ല, ഞങ്ങൾ രക്ഷപ്പെട്ട് ഇവിടെ എത്തുന്നത് വരെ. അവസാനത്തെ രക്ഷപ്പെടൽ വലിയ പ്രയാസമായിരുന്നു. കാരണം ഈ കയറിന്റെ അറ്റം കെട്ടിയിരിക്കുന്നത് ഇവിടെയാണല്ലോ, താഴെയാണല്ലോ. അപ്പോ വല്ലാത്ത പ്രയാസമായിരുന്നു. ആ കയറെങ്ങാനും കയ്യിൽ നിന്ന് പോയി, കാരണം മൊത്തം ചെളിയാ. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ശരി ഇവർ 3 പേരും രക്ഷപ്പെടുത്തി കൊണ്ടുവരുവാണ് ഈ കുഞ്ഞിനെ. എന്നിട്ട് ഈ മനുഷ്യൻ പറയാണ്, ഈ കുഞ്ഞുങ്ങളെയും ഈ അച്ഛനെയും അമ്മയെയും ഒരുമിച്ച് കാണുന്ന ഒരു സന്ദർഭമുണ്ട്. കാരണം അവര് മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുക. അവരെ രക്ഷപ്പെടുത്താൻ അവിടെ വരാൻ ഒരാളുമില്ല. കാരണം അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ മുഴുവനും മരിച്ചു. കുറെ ആളുകളെ കാണാനില്ല. രാത്രി കിടന്നുറങ്ങിയപ്പോ അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നമ്മുടെ കയ്യും കാലും ഒക്കെ നിശ്ചലമായിട്ട് ഈ നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമായിരിക്കുമെന്ന് അവർ ചിന്തിച്ചിട്ടില്ല. അവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഇതുവരെ അവരുടെ ജാതി, മതം, ഹറാമ്, ഹലാല് ഒന്നും പ്രശ്നമല്ല. അതൊക്കെ ഉയർന്നു വരാൻ ഇനിയും സമയമെടുക്കും. വളരെ കൃത്യമാണത്. അപ്പൊ ഇവിടെ ആ സമയത്ത് ഇവർക്ക് ആർക്കും ജാതിയോ മതമോ, ഇവർക്ക് തിന്നാൻ കിട്ടുന്ന ഭക്ഷണമോ, രക്ഷിക്കാൻ വരുന്ന ആളുകളുടെ മതം, അതല്ലെങ്കിൽ ഇവർക്ക് രക്തം ദാനം ചെയ്യുന്ന ആളുകൾ ഹറാമ് കഴിച്ചതാണോ ഹലാല് കഴിച്ചതാണോ, ഇതൊന്നും ഇവർക്ക് അന്നേരം പ്രശ്നമായിരുന്നില്ല. ഇപ്പോ ഇദ്ദേഹം നാസർ ഫൈസി കൂടത്തായി ഹറാമും ഹലാലും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നു. അതിനുശേഷം ജനാബ് ലിയാഉദ്ദീൻ ഫൈസി സാഹിബ് അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം അദ്ദേഹം ഒരു മതവിധി പുറപ്പെടുവിച്ചു. പന്നിപ്പണം വിറ്റ് കിട്ടിയ പണം വാങ്ങൽ മുസ്ലിമിന് നിഷിദ്ധമാണ് എന്നാണല്ലോ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത്. അപ്പോ ജാമിയയുടെ സെക്രട്ടറി തന്നെ ചോദിച്ചു, ഹമീദ് മാഷ്, പലിശപ്പണം ഹറാമാണോ? ഇപ്പം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന 7 മഹാപാപങ്ങളുണ്ട്. അതിലൊന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, 2 ഷിർക്കാണ്, 1 അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, 2 മാരണമാണ്, അതായത് കൂടോത്രം ചെയ്യുക, 3 പലിശയാണ്, 4 അന്യായമായ മനുഷ്യവധമാണ്, 1 ഷിർക്ക്, 2 മാരണം, 3 പലിശ, 4 അന്യായമായ മനുഷ്യവധം, 5 യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുക, 6 പിന്നെ നല്ലവരായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറയുക. ഇതൊക്കെയുണ്ട്. ഇതിലൊന്നും ഈ പന്നിപ്പണം പെട്ടിട്ടില്ല, ഹലാലും ഹറാമും പെട്ടിട്ടില്ല. പക്ഷേ 3ാമതായിട്ട് പലിശയുണ്ട്. അപ്പോ ഹറാമും ഹലാലും കൂടിച്ചേർന്നാൽ അത് നിഷിദ്ധമല്ല എന്ന പുതിയ ഒരു മതവിധി. എന്തിനാണെന്നറിയാമോ? നാസർ ഫൈസി കൂടത്തായി മുന്നോട്ട് വെച്ച ആശയത്തെ എത്ര പേര് അനുകൂലിക്കുന്നു, എത്ര പേര് പ്രതികൂലിക്കുന്നു, ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്. ഇതിനകത്തേക്ക് ദുർനടപ്പുകാരുടെ പണം വന്നിട്ടുണ്ട്, മനുഷ്യക്കടത്തുകാരുടെ പണം വന്നിട്ടുണ്ട്, ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കിടക്ക പങ്കിടുന്ന ആളുകളുടെ പണം വന്നിട്ടുണ്ട്, കള്ളപ്പണക്കാരന്റെ ഉണ്ട്, മലദ്വാർ ഗോൾഡുകാരന്റെ പണമുണ്ട്, ഞെക്കിപ്പിഴിഞ്ഞ് മലദ്വാരത്തിൽ കൂടി പുറത്തെടുക്കുന്ന സ്വർണ്ണക്കടത്തുകാരന്റെ പണമുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ കൊള്ളപ്പലിശ വാങ്ങുന്നവൻ, ബാങ്കിന് ജോലി ചെയ്തിട്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവൻ, ഇവരുടെ ഒക്കെ പണം ഇതിനകത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പന്നി ഹറാമാണ്, ഹറാമാക്കുന്നവരായിക്കോട്ടെ കുഴപ്പമില്ല, പലിശ ഹറാമാണ്, ആക്കുന്നവരായിക്കോട്ടെ കുഴപ്പമില്ല. പക്ഷെ ഞമ്മന്റെ ആളുകൾ ഇത് ഹലാലാക്കുന്നുണ്ടല്ലോ. ഇത് സ്വതന്ത്ര ഭാരതമാണ്, നാനാത്വത്തിൽ ഏകത്വം വിളയാടുന്ന നാടാണ്. എല്ലാവരും എല്ലാ മതത്തിലും വിശ്വസിക്കണമെന്നൊരു നിർബന്ധവുമില്ല. മതമില്ലാത്തവന്റെ കൂടി നാടാണിത്.
എല്ലാ മനുഷ്യരും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തത് കള്ളപ്പണമല്ല. കള്ളപ്പണമുണ്ട്. നമ്മളൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് കൊടുത്തത്. മദ്യം വിറ്റ പണമില്ലേ? ലോട്ടറി വിറ്റ പണമില്ലേ? സർക്കാരിന് എവിടെ നിന്നാണ് വരുമാനം കിട്ടുന്നത്? കള്ളപ്പിരിവുണ്ട്, ചാരിറ്റി ഉണ്ട്, കല്യാണ ഫണ്ട് ഉണ്ട്, അതുപോലെ നന്മ മരങ്ങളുടെ പണമുണ്ട്. ഇതിന്റെ ഒക്കെ ഉറവിടം തേടിപ്പോയാൽ എവിടെ എത്തും? അതുപോലെ മുസ്ലിം ലീഗ് ഇപ്പോൾ പണം പിരിക്കുന്നുണ്ട്, അതിനകത്ത് പലിശ പണമില്ലെന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? 100% ഹലാലാണിത് എന്ന് പറയാൻ പറ്റുമോ? പോർക്ക് ചലഞ്ചിലെ ഇവർക്ക് വിമർശിക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. ശരി, പന്നി തിന്നുന്നതിനേക്കാൾ ഹറാമല്ലേ പലിശപ്പണം തിന്നുന്നത്? അവന്റെ പണം ഇവർക്ക് വാങ്ങാമോ? സഹകരണ ബാങ്ക് ഇവർക്ക് പണം കൊടുത്തല്ലോ, അതിവര് വാങ്ങിയല്ലോ. അപ്പോ സമൂഹത്തോട് വിളിച്ചു പറയാൻ ഇത് ഞമ്മളേ ഉള്ളൂ എന്നാണ് ഇവര് പറഞ്ഞത്. ഒരു നായയല്ലേ മണ്ണിനടിയിൽ മരിച്ച് ജീവനോടെ കിടന്ന സുബൈദ തായെ കണ്ടുപിടിച്ചത്? അപ്പോ നായ ഹറാമാണ് എന്നിവർ അന്നേരം പറഞ്ഞു. പലിശ ഹറാമാണ്. അപ്പൊ നമ്മൾ ഇത് പറയുമ്പോ നമ്മള് മതം വിട്ടത് കൊണ്ട് മതത്തെ കുറിച്ച് പറയണ്ട, അങ്ങനെ ഇല്ലല്ലോ. ഖുർആൻ തന്നെ പറഞ്ഞത് യാ യുഹന്നാസേ, ജനങ്ങളെ എന്നാണ് പറഞ്ഞത്. അപ്പൊ പന്നി ഇറച്ചിയെ പോലെ തന്നെ പലിശയെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇവർ സംസാരിക്കാത്തത്? ഇപ്പൊ എനിക്ക് തോന്നിയത്, കള്ളുഷാപ്പിൽ ഒരു മനുഷ്യൻ കള്ളു കുടിക്കാൻ പോയി. കള്ളു കുടിക്കാൻ പോയപ്പോഴാണ് ഇവരറിയുന്നത് കുറച്ച് ഇറച്ചി വന്നു. അപ്പൊ ഇത് ഹലാലാണോ എന്നൊരു കള്ളുകുടിയൻ ചോദിച്ചാൽ എങ്ങനെയിരിക്കും? നമ്മുടെ നാട്ടില് ഒരു പെണ്ണ് നീള നമ്പ്യാർ, ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു, ഒരു സ്ത്രീയാ, മുസ്ലിം സ്ത്രീയാ. അവർക്ക് തുണി ഉരിയുന്നതിന് വേണ്ടി അവര് വേറൊരു പേര് സ്വീകരിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് മുസ്ലിം ആയാൽ തുണി ഉരിയാത്തത്? അയ്യോ, മുസ്ലിങ്ങൾക്ക് അത് ഹറാമല്ലേ? ഇതുപോലെ ഒരു കോമഡി ആയിട്ട് എനിക്ക് അത് തോന്നിയിട്ടുള്ളൂ. എന്താണ് ജാഫറെ? ഇപ്പോ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇപ്പം മുസ്ലിങ്ങളിൽ പലരും ഹജ്ജിന് പോകുന്നുണ്ട്, മക്കത്തെ ഹജ്ജിന് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ സംസ്ഥാന സർക്കാർ അതിന്റെ കുറെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. സബ്സിഡി എവിടെ നിന്നാണ് വരുന്നത്? സംസ്ഥാന സർക്കാരിന്റെ വരുമാനങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ മുഖ്യമായ ഒരു വരുമാനമാണ് എന്ത്? ബീവറേജ്, മദ്യ വിൽപ്പന നല്ലൊരു വരുമാനമാണ്. അപ്പം അതിന്റെ പൈസ അതിൽ നന്നായിട്ടുണ്ട്, മദ്യവിൽപ്പനയുടെ പൈസ വരുന്നുണ്ട്. അതേപോലെ തന്നെ ലോട്ടറി ഇവര് പറഞ്ഞ പലിശയിലോ അല്ലെ ആ ഒരു അസ്തിത്വത്തിലൊക്കെ ഇവർക്ക് ഹറാമായ സാധനമാണ് ലോട്ടറി. ആ പൈസ വരുന്നുണ്ട്. അപ്പം ആ പൈസ എല്ലാം കൂടി ഉപയോഗിച്ചിട്ട് ഒരിക്കലും പറയുന്നില്ല ഞങ്ങൾക്ക് സബ്സിഡി വേണ്ട, ഞങ്ങൾ പോയിക്കോളാൻ ആരും പറയുന്നില്ല. ആ പൈസ ഉപയോഗിച്ചിട്ടാണ് ഇവര് അതിന് പോകുന്നത്. ആ അതിന് പോകുന്ന സമയത്ത് ഇവർക്ക് അതിന് നിഷിദ്ധമല്ല, കാര്യങ്ങളല്ല. അതേപോലെ തന്നെ ഒരു ഒരു മനുഷ്യന് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് റോഡിലൂടെ ഒന്ന് പോകുന്നുണ്ടെങ്കിൽ, ഒന്ന് വാഹനത്തിൽ കയറുന്നുണ്ടെങ്കിൽ പലിശയായിട്ട് ബന്ധപ്പെടാതെ ഒരു രീതിയിലും പറ്റില്ല, 100% ഉറപ്പാണ്. അദ്ദേഹം പോകുന്ന ആ റോഡ് അത് പിന്നെ നിർമ്മിച്ചതും തുടങ്ങിയിട്ട് ഓരോരോ രംഗത്ത് നോക്കുന്ന സമയത്ത് അത് പലിശയായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിർമ്മാണം നടന്നത്. പലിശ അങ്ങോട്ടും ഇങ്ങോട്ടും ബാങ്കിനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടാവും. അതേപോലെ തന്നെ വാഹനങ്ങൾ നോക്കുന്ന സമയത്തും ഉണ്ടാവും, കൊടുക്കാനുണ്ടാവും, ആ കമ്പനികൾ കൊടുക്കാനുണ്ടാവും. അതേപോലെ വാഹനം ഇഷ്ടംപോലെ ആൾക്കാർ ലോൺ എടുക്കുന്നുണ്ട്, പലിശയായിട്ട് ലോൺ എടുക്കുന്നുണ്ട്. ഇങ്ങനെ നിത്യോപയോഗ സാധനത്തിൽ പലിശ എന്ന് പറഞ്ഞാൽ പണത്തിന്റെ ഒരു മൂല്യവർദ്ധിത സംഭവങ്ങളൊക്കെ പലിശ വരുന്നത്. പക്ഷെ ഇവർക്ക് പലിശ എന്ന് പറഞ്ഞാല് മറ്റേ നമ്മളിപ്പോ കൊള്ള പലിശയോ അതൊന്നും അംഗീകരിക്കുന്നില്ല. പക്ഷെ ഒരു ഗവൺമെന്റിന്റെ പലിശ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു സ്റ്റേറ്റിന്റെയും തന്നെ പണത്തിന്റെ മൂല്യ വ്യതിയാനങ്ങൾ ഉള്ള വർധനവും കുറവൊക്കെ ആയിട്ടാണ് വരുന്നത്. അത് ഏത് രാജ്യത്തിനും അത് നിലനിൽക്കൊണ്ട് മുന്നോട്ട് പോകാൻ. അപ്പം ഇവർക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഇതൊന്നും ഹറാമല്ല, പലിശ ഹറാമല്ല. തീർച്ചയായിട്ടും ഇവര് എല്ലാ മേഖലകളിലും ഇപ്പം ജസ്റ്റ് ഇവര് മുസ്ലിം ലീഗിന്റെ സംഭാവന തന്നെ എടുക്കുക. ഇപ്പം 10-20 കോടി എടുത്ത് തിരിച്ചെടുത്തു. അപ്പം എന്തുകൊണ്ട് ഇവർ ഈ ഒരു നിബന്ധന വെച്ചില്ല? ഞങ്ങൾക്ക് ഹലാലായ പണം മാത്രം മതി. ഈ ഇവരൊക്കെ നോക്കിയാൽ കൂടുതൽ നമ്മളിപ്പം സ്വർണ്ണക്കടത്ത് കാര്യങ്ങളൊക്കെ നോക്കിയാൽ തോന്നുന്നത് കൂടുതലും അത്തരം പ്രവർത്തനങ്ങളും കാര്യങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട മുസ്ലിം വിഭാഗത്തു നിന്നാണ് കൂടുതൽ ആൾക്കാരും ഇതിന്റെ പിടിക്കപ്പെടുന്നത്. നമ്മൾ പത്രങ്ങളിലൊക്കെ പേര് കണ്ടാൽ നമ്മൾ അറിയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതിന്റെ ഇന്ത്യയൊക്കെ നാട്ടിൽ തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാരാണ് കൂടുതലായിട്ടും മഹല്ലുമായിട്ട് പ്രവർത്തിക്കുന്നത്, ഇസ്ലാമിക സാധനങ്ങളൊക്കെ സംഭാവന കൊടുക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഞാൻ കൊടുവള്ളി അടുത്തുള്ള ഒരാളാണ്. അതാണ് സ്വർണ്ണക്കടത്തിന് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പം ഇത്തരം ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് മുസ്ലിം ലീഗിന് പൈസ ഉണ്ടാക്കാം. അത് ആരും എന്തോ നോക്കേണ്ട, ഹലാലും ഹറാമൊന്നുമില്ല. ഇപ്പം ഏതെങ്കിലും ഒരു സംഘടന ഇത്തരം ജീവകാരുണ്യ വിഷയങ്ങൾ ആരും കൊന്നും കൊള്ളയടിച്ചിട്ടൊന്നുമില്ല. അവര് ഇങ്ങനെ മനുഷ്യന്മാരോട് മാന്യമായിട്ട് ഓരോരോ ചലഞ്ചും കാര്യങ്ങളും നടത്തിയിട്ടാണ് പണം ഉണ്ടാക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിൽ മാത്രം മതം എടുത്തുവിടുകയും, അതേപോലെ തന്നെ ടീച്ചർ പറഞ്ഞ ഒരു നായയുടെ കാര്യം പറഞ്ഞു. ഈ
മനുഷ്യന് സാധിക്കാതെ എത്ര മഹനീയമായ കാര്യം അവിടെ നന്നായി തീരും. ചില വീടുകളൊക്കെ അടിത്തറകളിൽ പോയി കരഞ്ഞു നിന്നുകൊണ്ട് അവിടെ ജെസിബി മാലിന്യ സമയത്ത് അവിടെ ആൾക്കാരെ കണ്ടെത്താൻ പറ്റി, മനുഷ്യനെ കണ്ടെത്താതെ നായക്ക് കണ്ടെത്താൻ പറ്റി. പക്ഷെ ഇസ്ലാമിലേക്ക് നമ്മൾ നായക്ക് പോകുന്ന നായനെ തേടി പോകുന്ന സമയത്ത് നമ്മൾ ഒരു നായനെ തൊട്ടാൽ നായ തൊടാത്ത പച്ച മണ്ണില് 7 തവണ കഴുകേണ്ടി വരും, കാര്യങ്ങൾ വരുത്തേണ്ടി വരും. ഇവിടുത്തെ കറുത്ത നായനെ പിശാചായിട്ടും നായനെ സ്ത്രീകൾക്കായിട്ട് ഉപമിക്കുന്നുണ്ട് ഇസ്ലാമില്. അത്തരം നിഷിദ്ധമായ ളെ കൊണ്ടുവന്നിട്ട് പോലും അവിടെ സേവനം നടത്തി. ഒന്നും ആരും പറഞ്ഞില്ല ഇവിടെ നായ പറ്റില്ല, ഹറാമായത് പറ്റില്ല, ഞങ്ങൾക്ക് ഹലാലായത് മാത്രം മതി, ഇവിടെ ആടിനെയോ ബാക്കിയുള്ളവരോ കൊണ്ടുവന്ന് നൽകുന്നത്. അതായത് സയൻസ് എല്ലാ വശങ്ങളും ഉപയോഗിക്കുകയും സയൻസിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും പരിശീലനം കിട്ടിയ നായകളെ ഉപയോഗിക്കുകയും അതിനൊന്നും എതിർക്കാതിരിക്കുകയും ചെയ്ത ആൾക്കാരെ സമയമാകുമ്പോൾ കൃത്യമായിട്ട് ഇത് മതം അപ്ലൈ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. പക്ഷെ ഇത് സമൂഹത്തിന് വല്ലാതെ ദോഷം ചെയ്യും. ജീവിച്ചു വരുന്ന ഒരു സമൂഹം ഇതിന് ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നതാണ് ഇവിടെ വയനാടിനെ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ നാടിന്റെ അനിവാര്യതയാണ്. അതിനുവേണ്ടി ആവശ്യമായ എന്തു മാർഗവും ഉപയോഗിച്ച് രാജ്യത്തിനകത്ത് നിൽക്കുന്ന നിയമങ്ങൾ അനുശാസിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് അവരെ സഹായിക്കാൻ വഴി കണ്ടെത്തുക എന്നതാണ് ഇവിടെ ഇവര് ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ ഇവരുടെ ആശയങ്ങളോട് 100% യോജിക്കുന്നവരല്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നതിന്റെ ലക്ഷണം തന്നെ അതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ 25 കുടുംബങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് താമസ സൗകര്യം ഒരുക്കണം എന്ന ലക്ഷ്യത്തോടെ ഒരു യുവജന പാർട്ടി, കുറച്ച് ചെറുപ്പക്കാര്, അവര് DYFI ആയതുകൊണ്ട് അവരെ വിമർശിക്കണം എന്ന ആശയം എനിക്കില്ല. ഇപ്പോ വയനാട്ടിൽ തന്നെ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് അതുപോലെ രക്ഷാപ്രവർത്തകർക്കൊക്കെ ഭക്ഷണം ഒരുക്കി കൊടുത്തത് മുസ്ലിം ലീഗായിരുന്നു. അവരെ പടിയടച്ച് പിണ്ടം വെച്ച രീതിയെ ഞാൻ വിമർശിക്കുകയാണ് ചെയ്തത്. മുസ്ലിം ലീഗിന്റെ ആശയങ്ങളോട് യോജിക്കുന്നത് കൊണ്ടല്ല, അവരുടെ ആ പ്രവൃത്തിയെ ഞാൻ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. കാരണം 4 ദിവസം കൊണ്ട് 35,000-ഓളം ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നതൊരു ചെറിയ കാര്യമല്ല. അത് ചെയ്തത് കൊണ്ട് അവര് മുസ്ലിം ലീഗ് ആയതുകൊണ്ട് അവരെ വിമർശിക്കണം എന്ന ആശയം എനിക്കില്ല. ചെയ്തത് നല്ലതാണെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കും. ഇപ്പൊ DYFIക്കാര് തെരുവിലിറങ്ങുന്നു, വീടുകൾ തോറും കയറി ഇറങ്ങി പിരിക്കുന്നു, ആക്രി പറക്കുന്നു, ബിരിയാണി ചാലഞ്ച് ഉണ്ടാക്കുന്നു, പായസം ചാലഞ്ച് ഉണ്ടാക്കുന്നു, പച്ചക്കറി കിറ്റ് ചാലഞ്ച് ഉണ്ടാക്കുന്നു, വാർക്കപ്പണിക്ക് പോകുന്നു, റോഡുകളിലെ ചായക്കടകൾ നടത്തുന്നു, അവര് പാട്ടുപാടി ഓട്ടോറിക്ഷയിലൊക്കെ നാട്ടിൽ ഇങ്ങനെ അവരെ കൊണ്ട് പറ്റുന്ന രൂപത്തില് എല്ലാ സാധ്യതകളും അവരുപയോഗിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കഠിന ശ്രമമാണ്. ഇതിന്റെ മറുഭാഗത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ പണം പിരിക്കരുത് എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. പണം വരുന്നെങ്കിൽ എന്റെ പേരിലൊക്കെ കേസുണ്ട്. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മാത്രമേ പണം വരാൻ പാടുള്ളൂ. അതിനെതിരെ ആര് എന്ത് സംസാരിച്ചാലും എന്ത് ക്യാമ്പയിൻ നടത്തിയാലും വീഡിയോ ചെയ്താലും കമന്റ് ചെയ്താലും ഒക്കെ അവർക്കെതിരെ പരാതിയുണ്ട്. പക്ഷെ അപ്പോഴാണ് അവരുടെ തന്നെ യുവജന സംഘടന ഇത് ചെയ്യുന്നത്. ഇനിയിപ്പോ പന്നിമാംസത്തിന് വേണ്ടിയിട്ട് അവരൊരു ക്യാമ്പയിൻ നടത്തുന്നു. ശരി, അതിനാവശ്യമുള്ള മേഖലകളാണല്ലോ അവർ തിരഞ്ഞെടുത്തത്. അതിനാവശ്യമുള്ളവർ അത് വാങ്ങിക്കോട്ടെ, അതിന് വേണ്ടുന്ന പണം കണ്ടെത്തട്ടെ. അപ്പൊ ആ പണം അവര് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് ആ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മതം കലർത്താൻ ശ്രമിക്കുന്നത് ബാലിശ്യം മാത്രമാണ്. കാരണം ഈ അകപ്പെട്ട ആളുകൾക്ക് രക്തം കൊടുത്തിട്ടുണ്ട് പലരും. ഇവരൊന്നും ഹലാലായി ജീവിക്കുന്നവരല്ല. ആർമി ഉദ്യോഗസ്ഥര് ഇവര് പാമ്പ് തിന്നുന്ന നാട്ടിൽ പോയാൽ നടുത്തുണ്ടം കയ്യിലെടുക്കണമെന്ന് വിചാരിക്കുന്നവരാ. അവര് ഞങ്ങളെ തൊടണ്ട, ഞങ്ങളെ എടുക്കണ്ട, ഞങ്ങളെ രക്ഷപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം സ്ത്രീക്ക് അന്യപുരുഷൻ സ്പർശിക്കുന്നത് ഹറാമാണ്. അപ്പൊ സ്ത്രീകളാണ് മരിച്ചതെങ്കിൽ മണ്ണിനടിയിൽ കിടക്കുന്നത് സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാര് തൊടണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം നവാസ് മന്നാനി എന്നൊരു പ്രഭാഷകൻ, ജാഫർ കേട്ടോന്ന് എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യൻ ആർമി നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്യുന്നവരാണ്, നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളെയൊക്കെ അവര് അടിച്ചു കൊല്ലുന്നവരാണ്, കാപാലികന്മാരാണ്, അവരല്ലാഹു നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് എന്ത് ഞങ്ങളെ കുറിച്ച് പറഞ്ഞു, ആര് ഞങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്തു, ആര് ഞങ്ങളെ എതിർത്തു, അത് അവരുടെ വിഷയമല്ല. അവരവരുടെ കർമ്മ മേഖലകളിൽ വ്യാപൃതരായി മുന്നോട്ട് പോകുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിങ്ങൾക്ക് പന്നി ഹറാമാണ്, സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പലിശയും ഇപ്പം ജാഫർ പറഞ്ഞതുപോലെ സ്വന്തം മാതാവിനെ 35 തവണ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് പലിശയുടെ ഏറ്റവും ചെറിയ ഏതെങ്കിലും ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് പോകുന്നത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പലിശയുമായി ബന്ധപ്പെടാത്ത എത്ര ബിസിനസ്സുകാരുണ്ടെന്ന് ഇവര് പറയണം. അപ്പോ ഇദ്ദേഹം ഈ നാസർ ഫൈസി കൂടത്തായി എന്ന വ്യക്തിയുടെ ഇന്റൻഷൻ, ലക്ഷ്യം ഇതൊന്നും നിഷ്കളങ്കമല്ല. ഇതൊക്കെ ഒരു തരം
മതം കലർത്തുക എന്നത് മാത്രമല്ല ലക്ഷ്യം, മറിച്ച് ഇവിടെ മനുഷ്യനെ മതത്തിന്റെ പേരിൽ വിഭജിക്കുക കൂടി ചെയ്യുവാണ്. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ കൊമ്പും തുമ്പിക്കൈയും ഉള്ളവരാണ്, ഞങ്ങളുടെ മതനിയമം വേറെയാണ്. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ നൽകുന്ന ഹലാലായ പണമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ഇവർക്ക് കഴിയണം. ഇപ്പൊ ഇവര് നമുക്കറിയാം, നിർമ്മല കോളേജിൽ ക്രിസ്ത്യൻ സ്ഥാപനമാണ്, അവിടെ ഇവർക്ക് പിൻഭാഗം പൊക്കാനിടം എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ ക്യാമ്പയിൻ നടത്തി, പ്രതിഷേധം നടത്തി, പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ചു. എല്ലായിടത്തും ഇവർ ഇവരുടെ മതം കലർത്തി കൊണ്ടുവരുവാണ്. അവയവദാനം ചെയ്യുമ്പോൾ സ്വീകരിക്കുന്നതിൽ ഇവർക്ക് മതമുണ്ടോ? ഇല്ല. കൊടുക്കുന്നതിൽ മതമുണ്ട്. രക്തം സ്വീകരിക്കുന്നതിന് ഇവർക്ക് മതമില്ല. അപ്പൊ ഇവരുടെ ജീവന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ഞാനാണെങ്കിലും ജാഫർ ആണെങ്കിലും കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ്. ഈ മതത്തെ വിമർശിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ നമ്മുടെ മനസ്സ് വിശാലമാണ്, അവരെയൊക്കെ സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സദസ്സിലേക്ക് പോകുമ്പോൾ നിർഭയരായിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുന്നുണ്ടോ? കുടുംബത്തിലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് നമ്മളെ ഉൾപ്പെടുത്തുന്നുണ്ടോ? കുടുംബക്കാരെങ്ങനെയാണ് നമ്മളെ കാണുന്നത്? എന്തുകൊണ്ടാ ഇത്തരം രീതികളെ എതിർക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ കുടുംബക്കാരാണെങ്കിൽ പോലും അവരുടെ സിരകളിലൂടെ ഓടുന്നത് മുഴുവനും മതചിന്തകളും മതലക്ഷ്യങ്ങളും മതവും മാത്രമാണ്. അല്ലെ? ശരിയല്ലേ? ഞാൻ അവിടെ ഈ ദുരന്തം നടന്ന ഏകദേശം 2-3 ദിവസം അവിടെ യാദൃശികമായിട്ട് പോയിരുന്നു. എന്റെ സുഹൃത്ത് ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ സജീവമായി പ്രവർത്തിക്കുന്ന സുഹൃത്ത് ആവശ്യപ്പെട്ട ചില സാധനങ്ങളായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പം അത് ദുരിതാശ്വാസ ക്യാമ്പിലൂടെ അതേപോലെ റോഡിലൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് വല്ലാതെ മനസ്സ് നിറഞ്ഞു പോയി. ദുരന്തങ്ങൾ കണ്ട് മനസ്സ് വിങ്ങി തകർന്നിരിക്കുമ്പോഴും മനസ്സ് നിറഞ്ഞു പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇവിടെ ജാതിയോ മതമോ പല രീതിയിലുള്ള ജയിച്ച് അയച്ചിട്ടുണ്ട്, പല മാർക്കുകൾ ചെയ്യുന്നുണ്ട്, പല സംഘടനകൾ ഉണ്ടാവും. അത് മതത്തിൻ്റെതാവാം, ചില ജാതി സംഘടനകളാവാം, ചില രാഷ്ട്രീയ പാർട്ടികളുടേതാവാം, അത് നമ്മൾ നോക്കുന്നില്ല. പക്ഷെ ആ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം, അതായത് ഒരു ടീം എന്നോട് 3 മണിയായാലും ഭക്ഷണം കൊടുക്കുന്ന ബിരിയാണിയുടെ പൊതിയുണ്ട്, സാധാ ഭക്ഷണത്തിന്റെ പൊതിയുണ്ട്, ഇവരൊക്കെ കൊടുക്കുന്ന ഒരു ടീം എന്റെ അടുത്ത് വന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ചോദിച്ചു ഭക്ഷണം തീർന്നാന്ന് ചോദിച്ചതിനോട് പറഞ്ഞു ഒരു 100 ഭക്ഷണം പോലെ ബാക്കിയുണ്ട്, നിങ്ങൾ കഴിച്ചു. ഞാൻ പറഞ്ഞു കഴിച്ചതാണ്. അങ്ങനെ നമ്മൾ വെറുതെ റോഡിലൂടെ നടന്നു പോകുന്നവർ തിരിച്ച് ചായ വരിക. ഇതില് മുസ്ലിം ലീഗിന്റെ സംഘാടകരുണ്ടാവും, എല്ലാവരും സംഘാടകരുണ്ട്. നമ്മളവിടെ ജാതിയോ മതമോ പാർട്ടിയോ നോക്കുന്നില്ല, അവർ ചെയ്ത സേവനം മാത്രം. പിന്നെ മേപ്പാടി മുസ്ലിം പള്ളിയുടെ അടുത്തൂടെ നടന്നു പോകുന്ന സമയത്ത് അവര് ഓപ്പൺ ചെയ്ത് വെച്ച്, എല്ലാ സമയത്തും ഓപ്പൺ ചെയ്ത് വെച്ച് ഇങ്ങനെ മയ്യത്ത് വരുന്നുണ്ട്, അവർ നിസ്കരിക്കാൻ വരുന്നുണ്ട്, ഇഷ്ടംപോലെ മയ്യത്ത് ഇങ്ങനെ നിസ്കരിച്ച് അടുത്തൊക്കെ വിടുന്നുണ്ട്. അങ്ങനെ നിരന്തരം അത്രയും തിരക്കിൽ നിൽക്കുകയാണ്. പക്ഷെ അതിന്റെ കോമ്പൗണ്ട് നിറയെ ഒരു ചായപാത്രവും ബിസ്ക്കറ്റുകളും സാധനങ്ങളൊക്കെ വിളിച്ചു കയറ്റിട്ട് വേണ്ടവർക്ക് ഭക്ഷണം കൊടുക്കും. അത് പള്ളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമ്പലം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജാതി മത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത്ര സമയത്തൊന്നും ഞാൻ അവിടെ എവിടെയും മതം കണ്ടിട്ടില്ല. എന്തിനാ ആ പള്ളി മുറ്റത്ത് പോലെ ഞാൻ ആ സമയത്ത് മതം കണ്ടിട്ടില്ല. കാരണം ഞാൻ മതനിഷേധിയാണോ അല്ലെങ്കിൽ മതക്കാരനാണോ എന്ന് നോക്കിയിട്ടല്ല എന്നെയും വിളിച്ചവര് അവിടെ ചായ. റോഡിലൂടെ പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും ഒരു ടീം എനിക്ക് നിർബന്ധിച്ച് ചായ തന്നു. അപ്പം അത്രത്തോളം അവിടെ ഭക്ഷണ വിതരണങ്ങളും മറ്റു കാര്യങ്ങളൊന്നും മതം മറന്ന് മനുഷ്യരായി മാത്രം ജീവിച്ച മേപ്പാടി ജനങ്ങള്. അപ്പം അവർക്ക് സമയമാവുമ്പോഴേക്ക് ഇവിടെ മതം എന്ന് പറയുന്നതാണ് നമുക്ക് സംഗീതം തോന്നുന്നത്. പിന്നെ ഒരുപാട് പുറം പിരിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് തന്നെ എല്ലാവരും പിരിക്കട്ടെ. ഇപ്പം പലരും അങ്ങനെ സ്വകാര്യമായിട്ട് പിരിക്കുന്നത് ഹൈക്കോടതിയിലൊക്കെ പോയിട്ട് അതൊക്കെ ഹൈക്കോടതി തള്ളി വരുന്നത്. അപ്പം അവരിലേക്ക് എത്തുന്ന രീതിയിലുള്ള സംഭാവനകളൊക്കെ തിരിക്കുകയും, അതേപോലെ തന്നെ എനിക്ക് തോന്നിയത് ഒരു ഏകീകൃതമായിട്ട് സുതാര്യമായിട്ട് ചോദിച്ച് ഒരു പക്ഷേ CMD ഫണ്ട് തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടാണെന്ന് എനിക്ക് തോന്നിയത്. ഒരു ഏകീകൃതമായ ഫണ്ട് എന്ന് തോന്നുന്നത്. അപ്പം അതിലേക്ക് കൊടുക്കുന്നവർ അതിലേക്ക് കൊടുക്കട്ടെ. അങ്ങനെ എല്ലാ രീതിയിലും അവരെ സഹായിക്കാൻ തുനിഞ്ഞിറങ്ങിയ ജാതി മുറിഞ്ഞ് മനുഷ്യത്വം മാത്രം പൂത്തുലഞ്ഞ് ഒരു കാഴ്ചയിലേക്ക് പിന്നെ ഏതൊക്കെ രീതിയിലേക്ക് നമുക്ക് സംഭാവന കൊണ്ടുവരാൻ പറ്റുമോ ആ രീതിയിലേക്കൊക്കെ ചലഞ്ച് കൊണ്ടുവന്ന്, അത് പോർട്ടാവട്ടെ, ബിരിയാണി ആവട്ടെ, ചലഞ്ച് ആവട്ടെ, എന്തെങ്കിലും ചാലഞ്ച് ആവട്ടെ, അത് രീതിയിലേക്ക് മതം കുത്തിവെക്കുന്ന ഒരവസ്ഥ. അങ്ങനെ കുത്തിവെക്കാൻ എനിക്ക് തോന്നുന്നു ഇസ്ലാമിനെ അത് പറ്റുമെന്ന്. നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു മുസ്ലിയാരെ പ്രഭാഷണം കേട്ടതാണ്. അവയവം സ്വീകരിക്കുന്നതിനെ കുറിച്ച് മുസ്ലിയാരോട് ചോദിച്ച സമയത്ത് മുസ്ലിയാർ പറയുന്നത്, നമുക്ക് സ്വീകരിക്കാം പക്ഷെ നമ്മൾ കൊടുക്കാൻ പാടില്ല. അതാണ് എനിക്ക് തോന്നുന്നു ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന തത്വം. അന്യമതത്തോടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറേണ്ട ഒരു തത്വമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്നോട് നിങ്ങൾ എങ്ങനെ ഇതടുത്ത് തന്നെ ഈ ഒരു മുസ്ലിം
ഒരു സഖാഫിയായിട്ട് ഞാനിങ്ങനെ ഫോണിൽ കൂടി വാട്സപ്പിൽ സംവാദം നടത്തുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ രീതിയിലായിട്ട് അവിടെ യുക്തിവാദികൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾക്ക് മുസ്ലിങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ അവരുടെ വാദം. ഞാൻ ചോദിച്ചു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, യുക്തിവാദികൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. അവിടെ എന്നെ സംബന്ധിച്ചോ ഞാൻ അറിയുന്ന പല യുക്തിവാദികളും ക്യാമ്പിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരാരും യുക്തിവാദി ആണ് ഞാനെന്ന് വിചാരിച്ചല്ല പ്രവർത്തിക്കുന്നത്, മുസ്ലിങ്ങളാണ് എന്ന് ഞാൻ വിചാരിച്ചല്ല പ്രവർത്തിക്കുന്നത്. അവിടെ ഞാൻ കുറെ മനുഷ്യരാണ് കണ്ടത്. അപ്പോഴും നിങ്ങൾക്ക് ഇവർ കളക്ടേണ്ടത്, ഇസ്ലാമിനെ പറ്റി ഉള്ളവർക്കൊക്കെ ഇസ്ലാമിസ്റ്റുകൾ കളക്ടേണ്ടത് യുക്തിവാദികൾ എന്ത് ചെയ്തു, നിരീശ്വരവാദികൾ എന്ത് ചെയ്തു, ബാക്കിയുള്ളവർ എന്ത് ചെയ്തു, ഞങ്ങളവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇസ്ലാമിനെ സംബന്ധിച്ചോളം അതൊരു ബിസിനസ്സാണ്. ഇവിടെ എന്തെങ്കിലും ചെയ്താൽ അവിടെ നാളെ കൂലി കിട്ടും, അതുകൊണ്ടുള്ള ഒരു ബിസിനസ് തന്ത്രം ഒന്ന് ചെയ്യുന്നു, അതിനെ കൂലി കിട്ടാൻ വേണ്ടി ചെയ്യുന്നു. പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മളൊക്കെ, അല്ലെങ്കിൽ ആര് ചെയ്യുന്നത് ഇവിടെ കൂലി ഒന്നല്ല പ്രതീക്ഷിക്കുന്നത്, മനുഷ്യത്വം അതിലേക്ക് വിടരുന്നു, സഹജീവികൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും കൊണ്ട് അതിലേക്ക് ദുഃഖം പോകുന്നത് നമ്മളാൽ എന്ന് ചെയ്യും. പക്ഷെ അവിടെയും ഇവര് കാണുന്നത് എന്താ പറഞ്ഞാൽ, നിരീശ്വരവാദികൾ എന്ത് ചെയ്തു, അവിടെ മതക്കാരെത്ര ഉണ്ടായിരുന്നു, ജാതിക്കാരെത്ര ഉണ്ടായിരുന്നു, മറ്റൊരാളൊക്കെ പോകാൻ ചെയ്യുന്നത്. കൃത്യമായി ഞാൻ പറഞ്ഞ പോലെ അവയവദാനം നോക്കുന്ന സമയത്ത് പലർക്കും അവിടെ ഒരു അസുഖം വരുന്ന സമയത്ത് അവയവം വേണ്ടി വരും. പക്ഷെ അത് ഇസ്ലാമിസ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം നാളെ അവിടെ മരിച്ചു പോയിട്ട് അവിടെ സാക്ഷ്യം പറയേണ്ടതുണ്ട്, അവർക്ക് അവിടെ ഒരുപക്ഷെ അവയവം വേണ്ടി വരാം. പക്ഷെ അവർക്ക് സ്വീകരിക്കാനും പറ്റും. ഇത്തരം കള്ള നിലപാടുകൾ നമുക്ക് സ്വീകരിക്കാം, നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന നിലപാടുകൾ. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളീയ സമൂഹം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് മതസൗഹാർദ്ദത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരൊരു പക്ഷെ നമ്മൾ ഓണത്തിനും പെരുന്നാളിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഉത്സവങ്ങൾ കൊണ്ടാടുന്നുണ്ട്. പക്ഷേ വയൽ കേട്ട എന്താണ് അത്, ഓണത്തിന് ഭക്ഷണത്തിന് ക്ഷണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്രിസ്മസ് ഭക്ഷണത്തിന് ക്ഷണിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒഴിഞ്ഞു മാറണം എന്ന് പറയും. ചിന്താറിൽ ഹുദവിമാരും അല്ലെങ്കിൽ പിന്നെ നമുക്ക് പള്ളിക്ക് എന്ത് എന്താ സംഭാവന കിട്ടിയാലും സ്വീകരിക്കാം. പക്ഷെ ഒരു അമ്പലത്തിനോ അല്ലെങ്കിൽ മറ്റോ സംഭാവന കൊടുക്കുന്നത് വേശ്യാലയത്തിന് സംഭാവന കൊടുക്കുന്ന സമാനമാണെന്ന് പറയുന്ന മുജാഹിദ് ബാലുശ്ശേരിമാരും ഇത്തരം ദുരിതാശ്വാസ നിധിയിലേക്ക് വരെ മതം കൊണ്ടുവരുന്ന നാസർ സൈഫി കൂടത്തായിമാരും പോലത്തെ ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത് വർഗീയ വിഷം കുത്തിവെച്ചിട്ട് സമൂഹത്തിന്റെ മതേതരത്വത്തെ ഛിന്ന ഭിന്നമാക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ പലിശ നമുക്ക് ഹറാമാണ്, പക്ഷേ കാനറ ബാങ്ക് ഇവർക്ക് വലിയ ഒരു സംഭാവന നൽകിയിട്ടുണ്ട്. അതിവര് തേങ്ങ വെട്ടി ഉണ്ടാക്കിയ വരുമാനം അല്ലല്ലോ, കൃഷി ചെയ്തുണ്ടാക്കിയ വരുമാനമല്ലല്ലോ, എന്തെങ്കിലും ബിസിനസ് ചെയ്തുണ്ടാക്കിയ വരുമാനമല്ല പലിശയാ, പക്ക പലിശയാ. സിനിമ ഹറാമല്ലേ? സിനിമാ താരങ്ങളല്ലേ വലിയ സംഭാവന ചെയ്തിരിക്കുന്നത്, അത് സ്വീകരിക്കാം. പക്ഷേ ഡിവൈഎഫ്ഐ നടത്തുന്ന പോർക്ക് ചലഞ്ചിന്റെ സംഭാവന സ്വീകരിക്കാൻ പറ്റില്ല. ഇപ്പം എന്തിക്ക ചാവക്കാടുകാരന്, അവിടെ നിന്ന് ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഗുരുവായൂർ അമ്പലം. അതിന് ചുറ്റും ഏകദേശവും ആളുകള് മുസ്ലിങ്ങളാണ്, പൂജാ സാധനങ്ങളാണ് വിൽക്കുന്നത്. അവിടുത്തെ ലോഡ്ജുകളില് ഏതാണ്ട് നല്ലൊരു ശതമാനവും മുസ്ലിങ്ങളാണ് നടത്തുന്നത്. നമ്മൾ ഗൂഗിൾ പേ ഇടാൻ പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് മുസ്ലിങ്ങളുടെ താളാണ്. ഇതിൽ നിന്നൊക്കെയുള്ള വരുമാനം ഇതിനകത്തില്ലേ? ഇത് ഹറാമല്ലേ? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, ഈ ഹോസ്പിറ്റലിന്റെ ബേസ് എന്തായിരിക്കും? എല്ലാം ജാഫറെ, നമ്മൾ അധ്വാനിച്ചാല് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ് ജീവിതം. ഇപ്പോ ഇന്ന് ഗൾഫിൽ പോകുന്നു, ഒരു വർഷം കഴിയുമ്പം കാണാം വലിയ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നു, വലിയ വീട് വെക്കുന്നു, കാറാകുന്നു, മക്കളെ ഒരുപാട് സ്വർണവും പണവും കൊടുത്ത് കെട്ടിച്ചു വിടുന്നു, വലിയ രൂപത്തിൽ മക്കളെ പഠിപ്പിക്കും. എവിടെ നിന്നാണ് പണം? ഒരു മനുഷ്യൻ അധ്വാനിച്ചാൽ എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. 20 വർഷം ഗൾഫിൽ ആർമി ക്യാമ്പിൽ ജോലി ചെയ്ത ആളാണ് എന്റെ ഹസ്ബൻഡ്. സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കാനോ വാങ്ങാനോ പറ്റിയിട്ടില്ല. നമുക്കറിയാം ഇന്നത്തെ ജീവിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ. എം അക്ബർ, സാക്കിർ നായിക്ക്, ഇവരുടെയൊക്കെ സമ്പാദ്യത്തിന്റെ സോഴ്സ് ഒന്ന് എടുക്കാൻ പറ. മുസ്ലിം പുരോഹിതന്മാരായിരുന്നാൽ ഇവർക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. മറിച്ച് മതം പ്രചരിപ്പിക്കുന്ന, ഒരിക്കല് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കുവാണ്. അദ്ദേഹത്തിന് എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് 10 സെന്റ് ഭൂമിയും 1 കോടി രൂപയും നൽകാമെന്ന് ആരോ പറഞ്ഞത്രേ. അത് വേറെ ഒരു ഉസ്താദ് നല്ല രൂപത്തിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. അപ്പോ എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് 1 സെന്റ് ഭൂമി എന്ന് പറഞ്ഞാൽ എത്ര പണം വരുമെന്ന് നമുക്കറിയാം. എറണാകുളം ഭൂമിയുടെ വില 1 കോടി രൂപ, 1 ആണോ 5 ആണോ എനിക്ക് ഓർമ്മയില്ല. അത്രയും കോടി രൂപയും നൽകാം. എന്തിനാ? മതം വളർത്താൻ. മതം വളർത്താൻ. ഇന്നലെ ഒരു പ്രമുഖ ചാനലിന്റെ എഡിറ്റർ പറഞ്ഞതാണ്, 3 കണ്ടെയ്നർ നോട്ടുകളാണ് ഈ കേരളക്കരയിൽ വന്നിറങ്ങിയത്.
മത തീവ്രവാദികളാണത് കൈപ്പറ്റിയത്. ഒരു പ്രമുഖരായ മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ പേരടക്കമാണ് ആ ചീഫ് ആൻഡ് എഡിറ്റർ പേര് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഈ പണമൊക്കെ എവിടെ പോകുന്നു? ഇവരെപ്പോഴെങ്കിലും മലദ്വാര ഗോൾഡിനെ കുറിച്ചോ ഉമ്മറം ഗോൾഡിനെ കുറിച്ചോ എവിടെയെങ്കിലും വിമർശിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഈ മദ്രസയിൽ വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ പിച്ചി ചീന്തുന്ന ഈ കാപാലികരെ കുറിച്ച് ഇവർ പറയുന്നുണ്ടോ? അപ്പൊ ഇവരുടെ ഹറാമും ഹലാലും വ്യതിരിക്തമാണ്, വേറിട്ട ചിന്താഗതികളാണ്. ഈ സമയത്ത് ഇപ്പോൾ ഇവർക്ക് മതം വേണം. ഇപ്പൊ സർക്കാരിന്റെ ഖജനാവിൽ ഉണ്ടാകുന്ന പണം, അതാണ് പിന്നെ മദ്രസ അധ്യാപകർക്കൊക്കെ പെൻഷനായിട്ടും മറ്റു ആനുകൂല്യങ്ങളായിട്ടും ഒക്കെ കൊടുക്കുന്നത്. ഇത് 100% ഹലാലാണോ? ഇത് ഇവർക്ക് കൈപ്പറ്റാൻ പറ്റുമോ? ഏതെല്ലാം രൂപത്തിൽ ഇവര് ഹറാമും ഹലാലും നോക്കി നടക്കും. അപ്പൊ ഈ സിനിമാ താരങ്ങളൊക്കെ കൊടുത്ത പണം ഇവർക്ക് സ്വീകരിക്കാൻ പറ്റുമോ? മമ്മൂട്ടി മരിച്ചാൽ സ്വർഗത്തിൽ ചെല്ലുമെന്ന് ഇവർക്ക് ഉറപ്പുണ്ടോ? ദുൽഖർ സൽമാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഇവർക്ക് ഉറപ്പുണ്ടോ? ഇവർക്ക് കിട്ടിയിരിക്കുന്ന പണം എല്ലാം ഹലാലാണോ? എനിക്ക് തോന്നുന്നു മനുഷ്യന്റെ മനസ്സിനെ ആർദ്രമാക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിലേക്ക് സഹിഷ്ണുതയും കാരുണ്യവും വരുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം ഇസ്ലാമിന് അന്യമാണ്, അത് നിരോധിച്ചിട്ടുണ്ട്. ഇപ്പൊ സംഗീതം എടുത്താല് സംഗീത ഹറാമാണ്. പക്ഷെ അതിന്റെ കാരണം എന്ന് എനിക്ക് തോന്നുന്നു, ആ കാലത്ത് ആ രീതിയിലുള്ള മനസ്സിന്റെ ഉടമകളെയായിരുന്നു ഇസ്ലാമിന് ആവശ്യം. കാരണം യുദ്ധത്തില് സ്വന്തം പിതാവായാൽ പോലും മുഹമ്മദ് നബിയെയോ അല്ലെങ്കിൽ ഇസ്ലാമിന് എതിര് പറയുന്നവരെ വെട്ടുകയും അതേപോലെ തല അറുത്ത് കൊണ്ടുവരുകയും ചെയ്യുന്നവരാണ് ആവശ്യമുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഒരു ഇത്തരം സഹിഷ്ണുതാപരമായ ഒരു കാരുണ്യത്തിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അത്തരം കാര്യങ്ങളിലേക്ക് വഴിവെക്കുന്ന സംഗീതമായാലും ചിത്രകലയായാലും ഇത്തരം കലകളൊക്കെ ഇസ്ലാം തീവ്രമായി നിരോധിക്കാനുള്ള ഒരു കാരണം അതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ടീച്ചർ പറഞ്ഞ പോലെ തന്നെ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ പലരും സംഭാവന നൽകുന്നത് നമ്മൾ കണ്ടു. മോഹൻലാല് ആ ദുരന്ത ഭൂമിയില് എന്താ പിന്നെ ധീരമായിട്ട് പ്രഖ്യാപിക്കുന്നൊക്കെ നമ്മൾ കാഴ്ച കണ്ടതാണ്. ആ സിനിമാ ഫീൽഡിലുള്ള പല ആൾക്കാരും അതേപോലെ തന്നെ മമ്മൂട്ടി, മകൻ ദുൽഖർ സൽമാന്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാർ സിനിമാ ഫീൽഡിലുള്ളവര് സംഭാവന കൊടുത്തു. അതൊക്കെ അവരുടെ വലിയ മനസ്സിന്റെ കാരുണ്യത്തിന്റെ ഒരു അളവായിട്ട് നമ്മൾ അത് കാണുന്നത്. അങ്ങനെ പലരും കൊടുത്തു. പക്ഷെ നമ്മൾ ഇസ്ലാമിലേക്ക് തീർച്ചയായിട്ട് വരുന്ന സമയത്ത് സിനിമ ഹറാമാവുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ കൊടുത്ത പൈസ അവർ സ്വീകരിക്കില്ല എന്ന് പറയേണ്ടത് അവരുടെ ഹറാമായ പൈസ ആണ്. അങ്ങനെ അവർക്ക് എവിടുന്ന പൈസ കിട്ടുന്നത്? അവരധ്വാനിക്കുന്നത് അവരുടെ കല വൈഭവം ഉണ്ടാകുന്നത് സിനിമാ ഫീൽഡിൽ നിന്നുകൊണ്ടാണ്. അതേപോലെ സംഗീതജ്ഞര് കൊടുത്തിട്ടുണ്ട് കുറെ ആൾക്കാർ, സംഗീത ഇസ്ലാമിന് ഹറാമാണ്, അപ്പം അത് വാങ്ങാൻ പാടില്ല. അതേപോലെ ചിത്രം വരയ്ക്കാൻ ഇസ്ലാം പാടില്ല, ഫോട്ടോഗ്രാഫി പാടില്ല. ഇത്തരം ആൾക്കാരൊന്നും കൊടുക്കുന്ന പൈസ വാങ്ങരുത്, അതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ ഒരു ചെറിയ പെങ്ങളെ കുട്ടി നന്നായി ചിത്രം വരയ്ക്കുമായിരുന്നു. ഈ കുട്ടി ചിത്രം വരയ്ക്കുന്നത് കണ്ടിട്ട് സ്കൂളിൽ മദ്രസ പഠിക്കുന്ന സമയത്ത് കുറച്ച് വർഷം മുമ്പാണ് അധ്യാപകന് എന്താ ടീച്ചർ പറയുകയോ ശിക്ഷിക്കുകയോ ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ച സമയത്ത് പറഞ്ഞു, ഞാൻ വരയ്ക്കേണ്ടതുണ്ട്, നാളെ മത്സരയിൽ പോയാൽ അങ്ങോട്ട് ജീവൻ കുട്ടിക്ക് കൊടുക്കാം, അത് വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. ആ കുട്ടിയുടെ മദ്രസ പഠനത്തോടുകൂടി ആ ചിത്രവര മരിക്കുന്ന ഒരു വാസന പോലും ഇല്ലാതായി പോയി. പക്ഷെ അങ്ങനെ പഠിപ്പിച്ച്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ എന്താ ഇത്തരം രീതികളിലൊന്നും നമ്മുടെ മുഖം കാണാൻ പാടില്ല, സ്ത്രീകളുടെ മുഖം പാടില്ല എന്നൊക്കെ പറയുന്ന ആ ഉസ്താദന്മാർക്ക് അല്ലെങ്കിൽ അത്തരം സംഘടനകൾ മീഡിയ ഉണ്ട്, മാസികകളുണ്ട്, പത്രങ്ങളുണ്ട്, അതിൽ നിരന്തരം ഫോട്ടോ അച്ചടിച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ പരസ്യങ്ങൾ വരുന്നുണ്ട്. പരസ്യമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത്തരം അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷെ ഇവർക്ക് വേണ്ട കാര്യങ്ങളെ എന്താ എടുക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അത് വെച്ചുകൊണ്ട് എന്താ പൊതുസമൂഹത്തിലേക്ക് മതം കുത്തി നിറയ്ക്കാൻ പറ്റിയ സാധനങ്ങൾ കുത്തി നിറയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇസ്ലാമിന്റെ മാത്രം ഒരു പ്രത്യേകത. മറ്റ് മതങ്ങളും ഇവിടെ ഉണ്ട്, പക്ഷെ ഒരു മതങ്ങളെയും നമ്മൾ അംഗീകരിക്കുന്നില്ല. എല്ലാ മതങ്ങളും പോഷകായിട്ട് കാണുന്ന, എല്ലാ മതങ്ങളും മാനവികതക്കെതിരായിട്ട് കാണുന്നവരും തീർച്ചയായിട്ടും മനുഷ്യന് മതം ജീവിക്കാൻ വേണ്ടെന്ന് കരുതുന്നത് തന്നെയാണ് നമ്മള്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് എല്ലാത്തിലും ഒരു മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാതെ എന്താ കക്കൂസ് പോകുന്നിടത്ത് മതം പ്രയോഗിക്കണം, വസ്ത്രം ഇടുന്നിടത്ത് മതം പ്രയോഗിക്കണം, ഭക്ഷണം കഴിക്കുന്നത് മതം പ്രയോഗിക്കണം, ഒന്ന് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാതെ എല്ലാവരും മതം അപ്ലൈ ചെയ്യും. അത് ഇപ്പുറത്ത് എന്റെ തൊട്ടടുത്ത് ഒരു പള്ളി തുടങ്ങിയിട്ടുണ്ട്.
അപ്പൊ പള്ളി തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ നല്ല ദൂരത്തുനിന്ന് പല രീതിയിലും ബാങ്കുകളൊക്കെ കേൾക്കാൻ വരുന്നു. പക്ഷെ ഇപ്പം അവിടെയും കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഈ ഒരു കഴിഞ്ഞ റമദാനിലാണ് തുടങ്ങിയത്. അപ്പം അവിടെയും കൊണ്ടുവച്ചിട്ടുണ്ട്, അവിടെ സ്പീക്കർ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് നിരോധിച്ചതാണ്, കോടതി നിരോധിച്ചതാണ്. പക്ഷെ ചെവിയിലേക്ക് തലച്ച് ആ സൗണ്ട് വരുന്നുണ്ട്. തൊട്ടടുത്ത വീടുകളിൽ ഉറങ്ങിക്കിടുന്ന കുട്ടികൾ ഉണ്ടാവും, അല്ലെ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. അപ്പം ഇത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നില്ല. അപ്പം മറ്റുള്ളവന്റെ കാതുകളിലേക്കും മറ്റുള്ളവന്റെ കാതുകളിലേക്കും മതം കടത്തുകയും അതേപോലെ തന്നെ ഒരു പൊതുസമൂഹത്തിന്റെ സ്വൈര്യമായ അവസ്ഥയിലൊക്കെ എങ്ങനെ മതം ചെയ്യാന്നുള്ളത് ഒക്കെ ചെയ്യുകയും തങ്ങളുടെ മതം മാത്രമാണ് ശരി എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇസ്ലാമിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ്. നമ്മളൊക്കെ അതിനെതിരെയാണ് നിരന്തരം ുന്നതും പടപെടുന്നതും. പക്ഷെ നമ്മൾക്കെതിരെയാണ് എന്ത് പ്രയോഗിക്കുന്നത്? കലാപത്തിന് ആഹ്വാനം ചെയ്തു, അല്ലെങ്കിൽ ഇത്തരം വകുപ്പുകളൊക്കെ പ്രയോഗിച്ച് നമ്മൾക്കെതിരെയാണ് അവരെ പൂട്ടാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് ഈ ഇരുണ്ട മതാന്തതയിൽ ജീവിക്കുന്നവരൊക്കെ ഒന്ന് വെളിച്ചം കണ്ടിട്ട് ഞങ്ങളൊക്കെ മനുഷ്യരാണ്, എല്ലാ മനുഷ്യന്മാർക്കും പോർക്ക് കഴിക്കേണ്ടവർക്ക് പോർക്കും ബീഫ് കഴിക്കേണ്ടവർക്ക് ബീഫും പിന്നെ മനുഷ്യരായി ജീവിക്കേണ്ടവർക്കൊക്കെ സ്വതന്ത്രമായിട്ട് മനുഷ്യരായി ജീവിക്കാം, ഭരണഘടന അനുസരിച്ചുകൊണ്ട് നൽകുന്ന സ്വാതന്ത്ര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാം എന്ന് മനസ്സിലാക്കുകയും ശാസ്ത്ര ചിന്താഗതി, അതിന്റെ ശാസ്ത്ര സ്വര വളർത്തുന്ന പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ മതവാദികളുടെ നമ്മളാണ് ഭീകരവാദികളാവുന്നതും അല്ല നമ്മളാണ് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് മാറുന്നത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാല് ഇത്തരം ഫോട്ടോ വരയ്ക്കുന്നവരും ഇത്തരം സിനിമാ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരും സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവരും അവരുടെ ഒക്കെ പണം സ്വീകരിക്കാം, അതൊന്നും നമുക്ക് അളക്കേണ്ടതില്ല. പക്ഷെ പന്നി നമുക്ക് ഹറാമാണ്. പക്ഷെ ആ പന്നി കഴിക്കുന്നവരോ അല്ലെങ്കിൽ പന്നി വിറ്റിട്ടുള്ള കാശോ നമുക്ക് വേണ്ട എന്നിടത്ത് മതം പൊങ്ങി വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു ചില ജീവികളുടെ തീവ്രമായ വിഷം നമ്മൾ മനസ്സിലാക്കുകയും അവരെ എത്രമാത്രം സമൂഹത്തിലേക്ക് അത്തരം വിഷം കുത്തിവെക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മളല്ല, തീർച്ചയായിട്ടും അതിന് അധികാരപ്പെട്ടവര് അവർക്കാണ് ഇത്തരം കാര്യങ്ങള്, അവർക്കാണ് ഇത്തരം നമ്മളൊക്കെ കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന വകുപ്പുകളൊക്കെ പ്രയോഗിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് മുന്നേ ഒരു മുസ്ലിയാർ എന്നോട് മറന്നു മത്തിക്കറി വെക്കാൻ പറഞ്ഞ ഒരു മുസ്ലിയാർ ഉണ്ടായിരുന്നു. സ്ത്രീകൾ മത്തിക്കറി വെക്കുന്നത്. ആ മുസ്ലിയാർ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ഗോപാലൻ നായർ ആയതാണ് പ്രശ്നം. കാരണം ഗോപാലൻ നായർ ആയതാണ് പ്രശ്നം, വേറെ ഒന്നല്ല പ്രശ്നം. അതുകൊണ്ട് ഗോപാലൻ നായർ നല്ല എന്ത് പ്രവൃത്തി ചെയ്തിട്ടും സ്വർഗത്തിൽ പോകൂല, അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള പ്രഭാഷണം ഉണ്ട്. അത് ഞാൻ ഫേസ്ബുക്കിലിട്ടു. ഫേസ്ബുക്കിലിട്ട് ഏകദേശം ഒരു ദിവസം 30 മണിക്കൂറുണ്ട്. അത് 120K കൂടുതൽ അത് ഓടി, നിരന്തരം ഓടിക്കൊടുക്കുക, ഭയങ്കര ഷെയറിങ്ങും വന്നു. പിന്നെ എനിക്ക് കാണുന്നത് എന്ന് പറഞ്ഞാല് 150 ദിവസത്തേക്ക് എന്നെ ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞാണ് പിന്നെ മെസ്സേജ് വരുന്നത്. ഞാൻ ഒന്നും അതിൽ കൂട്ടിച്ചേർത്തിട്ടില്ല, പിന്നെ അയാളുടെ പ്രസംഗം ഇട്ടിട്ടുള്ളൂ. പക്ഷേ തെറ്റുകാരൻ ആരായി? ഞാനായി. കാരണം അത് AI സംവിധാനിച്ചു വെച്ചത്, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് സംവിധാനിച്ചു വെച്ചത്. പക്ഷെ അയാൾ പറഞ്ഞത് തെറ്റില്ല. ഈ അവസ്ഥയിലേക്ക് ഒരു പക്ഷേ നമ്മുടെ ഭരണ കാര്യങ്ങളുടെ ഒരു നോട്ടം പോകുന്നു എന്നതും അതിന്റെ കാരണം ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാകുന്നു എന്നതും നമ്മുടെ പുരോഗമനം എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് മൂക്കുകുത്തുകയും ഒരു സമൂഹത്തിലേക്ക് വെളിച്ചം പരത്തേണ്ട അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെയൊക്കെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ച ഇതുകൂടി നമുക്ക് ഇതിൽ കാണേണ്ടി വരുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നിയത്. ഇപ്പോ സിനിമ നമുക്ക് ഹറാമാണ്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് സംഗീതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ളം കയ്യിൽ നിന്നും രോമം പറിക്കാമെന്നാണ് പറഞ്ഞത്. നമ്മുടെ മുസ്ലിം സമുദായത്തില് സ്പോർട്സിലും ആർട്സിലും ഒക്കെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെയൊക്കെ ചോദനയെ നശിപ്പിച്ചത് ഇസ്ലാം എന്ന മതമാണ്. ഇനി ഞാനും ആരിഫും കൂടി ഒരുമിച്ചൊരു ലൈവ് ഉണ്ടായിരുന്നു. ആരിഫിന് ഇന്ത്യയെ സേവിക്കാൻ ഇന്ത്യൻ ആർമിയിൽ ചേരാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞു. എന്റെ വാപ്പച്ചി ആർമിക്കാരനാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ സാന്ദർഭികമായിട്ടുള്ള ഒരു ടോക്കാണ്. പക്ഷെ ഇന്ത്യൻ ആർമിയിൽ ചേരരുത് എന്നായിരുന്നു പണ്ട് കാലത്തെ നമ്മളെ ഉപദേശിക്കപ്പെട്ടിരുന്നത്. എന്റെ വാപ്പച്ചി ഒന്നും മതജീവി ആയിരുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ ഒരു അനിയൻ ഇപ്പോഴും ആർമിയിലുണ്ട്. എൻ്റെ ഒരു സിസ്റ്ററുടെ മരുമകൻ ആർമിയിലാണ്. അപ്പൊ രാജ്യത്തെ സേവിക്കാൻ കിട്ടുന്ന ഏത് സാഹചര്യവും നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. എത്രയോ ആളുകളുടെ കഴിവുകളെ ഈ ഇസ്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനെയൊക്കെ, ആ മത നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തുകയും മതിലുകൾക്കും അപ്പുറത്തേക്കും വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് മമ്മൂട്ടിയെയും സൈനുദ്ദീനെയും നസീറിനെയും ഒക്കെ പോലെയുള്ള ആളുകൾ സിനിമയിൽ തിളങ്ങി നിൽക്കുന്നത്. അവരുടെ കഴിവുകൾ അവർ വിനിയോഗിച്ചത് കൊണ്ടാണ്, മതം നോക്കാതെ. അത് കഴിഞ്ഞ് അവർ അതിലൂടെ സമ്പാദിച്ച പണം ഇവർക്ക് ഹലാലാണ്.
ഇപ്പൊ മലയാളത്തിലുള്ള നടന്മാര്, തമിഴ്, തെലുങ്ക്, വിവിധ സിനിമാ മേഖലകളിലുള്ള ആളുകൾ കൂടി ചേർന്ന് കോടിക്കണക്കിന് പണമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. അതൊക്കെ മുസ്ലിങ്ങളെ അവഹേളിക്കാനാണ് എന്നിവർ പറയും. കാരണം ഇപ്പോ പോർക്ക് ഫെസ്റ്റ് നടക്കുന്നത് മുസ്ലിങ്ങളെ അവഹേളിക്കാനാണ് എന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പോ ഈ രൂപത്തിൽ ഒരു പ്രസ്താവന ഇറക്കാൻ ഏതെങ്കിലും ഊളത്തായിമാര് തയ്യാറായി വരുമോ? പന്നിയിറച്ചി വിൽക്കാതിരിക്കാൻ ഇത് പാകിസ്ഥാനല്ലല്ലോ, ഇതൊരു മതേതര സ്വതന്ത്ര ഭാരതമല്ലേ. ഇപ്പൊ ലീഗ് അല്ലാതെ കോൺഗ്രസ്സുകാരും ഇതിനെ എതിർക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെ ഇസ്ലാമിക പാർട്ടിക്കാർ. ഇവിടെയാണ് ഇവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കിടക്കുന്നത്. ഏത് സന്ദർഭങ്ങളിലും എതിർഭാഗത്താരാണ് നിൽക്കുന്നത്, വേട്ടക്കാരാരാണ് എന്നതാണ് ഇവരാദ്യം നോക്കുന്നത്. എന്നിട്ട് ഒരു ഹദീസ് ഉണ്ട്, എന്താ ലറൂറത്തെ കുല്ലിൻ ജായിസുൻ, നിർബന്ധിതമായ സാഹചര്യത്തിൽ ഹറാമാകുന്നത് ഹലാലാകും. അതുകൊണ്ടാണ് ഇവര് പറഞ്ഞത് പകുതി ഹറാമും പകുതി ഹലാലുമായാൽ നമുക്കത് സ്വീകരിക്കാമെന്ന്. ഇനിയും പലിശയിൽ ഉൾപ്പെട്ടാൽ, ഇങ്ങനെ കള്ളപ്പണത്തിൽ, ഇപ്പൊ ഇവര് ഉണ്ടിപ്പണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഉണ്ടിപ്പണം ഞാനൊന്ന് മാറ്റിയതാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ആ പണം ഇവർക്ക് ഹലാലാണോ? ഇവര് ഉമ്മറത്തുടെയും പിന്നാമ്പുറത്തുടെയും ഒക്കെ ഗോൾഡ് പിഴിഞ്ഞെടുക്കുന്നുണ്ടല്ലോ, ആ പണം ഇവരുടെ കയ്യിൽ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇതെല്ലാം ഒരു തരം രാഷ്ട്രീയമാണ്. സഹകരണ ബാങ്കില് നിക്ഷേപിക്കുന്ന ആളുകൾക്ക് പലിശ കിട്ടുന്നില്ലേ? വായ്പ എടുക്കുന്ന ആളുകളെ ഇവര് പുറത്താക്കുമോ? വാഹനം ലോൺ എടുക്കുന്ന ആളുകളെ ഇവര് പുറത്താക്കുമോ? അതിന്റെ നടത്തിപ്പുകാരായ ലീഗുകാരെ ഇവര് പുറത്താക്കുമോ? അതിന്റെ നേതൃസ്ഥാനത്ത് തന്നെയുണ്ട് തങ്ങന്മാര്, അവരെയൊക്കെ ഇവര് പുറത്താക്കുമോ? അപ്പോ പന്നിയേക്കാൾ വിഷമാണ് ഇത്തരം ഊളത്തായിമാർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പന്നി വിഷമല്ല. പന്നി ഒരാളെയും ഉപദ്രവിക്കാത്തൊരു ജീവിയാ. മുമ്പ് ഒരു 10 വർഷമായിട്ടുണ്ടാകും, അമേരിക്കയിൽ ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ്, പന്നിയുടെ ഹാർട്ട് എടുത്തിട്ടാണ് ഒരു മനുഷ്യന് ശസ്ത്രക്രിയയ്ക്ക് വെച്ചു കൊടുത്തത്. മുസ്ലിങ്ങൾ കാരണം ആകെ രക്ഷപ്പെട്ട ഒരേ ഒരു ജീവി ഒരുപക്ഷെ പന്നിയാണ്. ഒരു കാലത്ത് സ്വന്തം പത്രമായ ചന്ദ്രികയില് അതിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ ബാഫക്കി തങ്ങളെ പന്നിയിറച്ചി തീറ്റിക്കുന്ന ഒരു ചിത്രം കൊടുത്ത് മൂരി മാഫി, നമ്മൾ കണ്ടതാണ് ഇതെല്ലാം. ഒരുപാട് വിമർശനങ്ങൾ, ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പട്ടികയിലാണ് വരുന്നത്. എന്നിട്ട് പന്നിയും പന്നിയിറച്ചിയും ഹറാമാണ് എന്ന് എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം. പലിശ ഹറാമാണെന്ന് എത്ര മുസ്ലിങ്ങൾക്ക് അറിയാം? പട്ടിക്കാട് ജാമിയയുടെ തലപ്പത്ത് ആ തറവാട്ടിലെ വലിയ തല പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ലീഗ് നേതാവും ബാങ്ക് മാനേജരുമാണ്. പലിശക്കാരനെയാണ് ഇവര് നേതാവാക്കി വെച്ചിരിക്കുന്നത്. ആദ്യം തല നന്നാകട്ടെ, എന്നിട്ടല്ലേ വാല് നന്നാക്കാൻ ഇവര് വരേണ്ടത്. പലിശ ഉപയോഗിക്കുന്നവൻ, കൊടുക്കുന്നവൻ, വാങ്ങുന്നവൻ, എഴുതുന്നവൻ, തിന്നുന്നവൻ, തീറ്റിക്കുന്നവൻ, ഇവരെല്ലാവരും സ്വന്തം ഉമ്മയെ 35 തവണ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞത്. സ്വന്തം സമുദായത്തെയെങ്കിലും പഠിപ്പിക്കാൻ ഇവർ ശ്രമിക്കണം. നമ്മൾ ശക്തിയുക്തം ഇത്തരം ഇസ്ലാമിലെ അനാചാരങ്ങളെ സംബന്ധിച്ചും അതിനെ സംബന്ധിച്ച് ആരെങ്കിലും എടുത്തു പറഞ്ഞാൽ, അവരെ വേട്ടയാടുന്നതിനെ കുറിച്ചും പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കൈയും കാലും തലയും ഒന്നും വെട്ടാൻ പറ്റാത്തത് കൊണ്ട് കേസ് കേസ് കേസ്. ഇപ്പം ജാഫറിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഞാന് മുമ്പ് ആ CIയെ വിളിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, ടീച്ചറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, സാറേ നിയമപരമായിട്ട് എന്താ ചെയ്യേണ്ടത്? എന്റെ സുഹൃത്താണത്. നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്താൽ മതി. അതെ, ഇന്നലെ ഒരാളെ പരാതിയുമായിട്ട് വന്നിരുന്നുള്ളൂ, ഇന്നിപ്പോ 4-5 പേരും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് നല്ല പ്രഷർ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ആള് കൂടിയാൽ നിയമം മാറുമോ സാറേ? എന്നിട്ട് ഒരു ക്രിസ്ത്യൻ നാമമുള്ള മറ്റൊരാളുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നോക്കി വെച്ചോ, പെട്ടിയും കിടക്കയും ഒക്കെ റെഡിയാക്കി വെച്ചോ. നാളെ നെഞ്ചിലിടിച്ച് നിങ്ങൾ കരയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് എഴുതാനോ പറയാനോ സമൂഹത്തിൽ ശബ്ദിക്കാനോ ഞങ്ങളെ ഉണ്ടാകൂ. തുണിയും കിടക്കയും കുട്ടികളെയും ഒക്കെ പറക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടാനേ പറ്റൂ. ഇവിടെയുള്ള ആളുകൾ ഓടിച്ചാൽ മതേതരന്മാർ എവിടെ പോകും? പാകിസ്ഥാനിൽ പോകാൻ പറ്റുമോ? അഫ്ഗാനിസ്ഥാനിൽ പോകാൻ പറ്റുമോ? പാകിസ്ഥാനിൽ പോകാൻ പറ്റുമോ? ചൈനയിൽ പോകാൻ പറ്റുമോ? ബംഗ്ലാദേശിൽ പോകാൻ പറ്റുമോ? എവിടെ കയറി പോകും? അങ്ങനെ ഒരു ദിനം വരത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ബംഗ്ലാദേശിൽ കണ്ടില്ലേ, ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിഷയത്തിൽ നമ്മുടെ ഈ കേരളക്കരയിലെ ക്യാമ്പയിൻ നമ്മൾ കണ്ടില്ലേ? ഒന്നും വേണ്ട, വയനാട്ടിൽ ഈ ദുരന്തം നടക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗം വലിയ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ച് പ്രതിഷേധവുമായി രംഗത്ത് വന്നു. വലിയ ഒരു ബാനർ, എന്താണ്? ഹമാസ് ഭീകരനായ ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ ചുട്ടു, തലയെടുത്തു. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടാണ്
യാ ഷഹീദ് യാ ഷഹീദ്, രക്തസാക്ഷി രക്തസാക്ഷി എന്ന് വിളിച്ചിട്ടാണ് അയാള് ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിന് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് ബാനർ ഒട്ടിക്ക് ഇറങ്ങിയത്. ഇത്തരക്കാരെയൊക്കെ വിമർശിച്ചാൽ നമ്മളെ പൂട്ടാൻ ശ്രമിക്കാം, സാരമില്ല, മാങ്ങയുള്ള മാവിൽ കല്ലെറിയുമല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ സമാധാനിക്കാം. നമ്മൾ ഇങ്ങനെ കേസും കൂട്ടവും കണ്ടാലോ, ഭീഷണി കണ്ടാലോ, കൊലവിളി കണ്ടാലോ ഒക്കെ പിന്മാറുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ മേഖല തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഈ ഫീൽഡിൽ അത്തരം ദുർബല മനസ്കരായ ആളുകൾക്ക് നിൽക്കാനും പറ്റില്ല. പിന്നെ നമ്മുടെയൊക്കെ പ്രശ്നം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. കുറെ സമ്പത്തുള്ളവരാണെങ്കിൽ, അതല്ലെങ്കിൽ പെൻഷനോ ശമ്പളമോ വരുമാനമോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഈ ആശയം ഉറക്കെ പറയാം. കലാനാഥ മാഷ്, രവിചന്ദ്ര മാഷ്, അബ്ദുൽ അലി മാഷ്, ജബ്ബാർ മാഷ്, ഇവർക്കൊക്കെ ഇൻകം സോഴ്സ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് ഈ ആശയവുമായിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ കുറച്ച് പണിപ്പെടേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും, പക്ഷേ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സമാധാനിക്കാം. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ ജാഫർ? ഇപ്പം ഏതായാലും നമ്മുടെ പന്നിനെ പറ്റി പറഞ്ഞ സമയത്ത് ഞാൻ ഇതിൽ ഖുർആനിലത്തെ തമാശയിലേക്കൂടെ പോകട്ടെ. അതായത് ഖുർആനിലത്തെ എനിക്ക് ഒന്ന് 2:173, 5:3, 6:145, 16:15, ഇങ്ങനെ ഒരു 4 സ്ഥലത്താണ് ഞാൻ ഈ പന്നി എന്ന ചിത്രമായിട്ട് കണ്ടത്. അതില് ഖുർആൻ ആവർത്തന വിരസതയുടെ അങ്ങേതലമാണ്. മൊത്തം ഖുർആന് ആവർത്തിക്കാതെ എഴുതുകയാണ് ഇന്ന് കാണുന്ന 4-1 ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് എല്ലാം ഒരേ സാധനങ്ങളാണ് ഈ 4 സ്ഥലത്ത് പറയുന്നതും. ഇപ്പൊ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവൻ നിഷിദ്ധമാക്കിയത് ഇവ മാത്രമാണ്: ശവം, രക്തം, പന്നിമാംസം, അള്ളാഹു അല്ലാത്തവർക്കായി അറക്കപ്പെട്ടത്. എന്നാൽ നിർബന്ധിത അവസ്ഥയിൽ ഭക്ഷിക്കുന്നതിൽ കുറ്റമില്ല. എന്നാൽ ഇത് നിയമം ലംഘിച്ചാവരുത്, അത്യാവശ്യത്തിന് അധികവുമാവരുത്. ഇവിടെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ, ഒന്ന്, അള്ളാഹു അല്ലാത്തവർക്കായി അറക്കപ്പെട്ടത്. ഇപ്പം നമ്മൾ ചിക്കൻ വാങ്ങാൻ കടയിൽ ചെന്നാൽ ബംഗാളികൾ അറക്കുന്നത്, പണിയെടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഇത് ഒരു നാസർ പൈസ കൊടുത്താലും നേരിട്ട് കത്ത് കൊണ്ടുപോയിട്ട് അറുത്തിട്ട് അയാൾ ആയിരിക്കില്ല ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് വാങ്ങുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഞാൻ കോമഡി കണ്ടു പറഞ്ഞാല്, നിർബന്ധിത അവസ്ഥയിൽ ഭക്ഷിക്കുന്നതിൽ കുറ്റമില്ല, അത്യാവശ്യത്തിലധികമാവരുത്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? അള്ളാഹു തന്നെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് ഇത് ഹറാമാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന് എന്ത് ചെയ്യാമായിരുന്നു? നിർബന്ധിത അവസ്ഥ ഉണ്ടാക്കാതെ ഇരിക്കാമായിരുന്നു. അതൊക്കെ വായിച്ച് ഒരു തമാശ പറഞ്ഞതാണ്. പിന്നെ ടീച്ചർ പറഞ്ഞ പോലെ കേസിന്റെ കാര്യങ്ങളൊക്കെ അത് സാമൂഹ്യ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചവർക്കൊക്കെ കേസ് ഉണ്ടായിട്ടുണ്ട്, വീടുണ്ടായിട്ടുണ്ട്. ഇവിടെ വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത് പറഞ്ഞാല്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ചേകന്നൂർ മൗലവി മതത്തിൽ നിന്ന് പുറത്തു വരാൻ തന്നെ റിഫോർമേഷനെ ശ്രമിച്ചിട്ടായിരുന്നു. പക്ഷെ അയാളെ പൊടി പോലും കണ്ടു. ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ട് കേസൊക്കെ കൊടുക്കാൻ തുടങ്ങിയ ഒരു പുരോഗതിയുടെ ലക്ഷ്യം കാണുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ മറ്റുള്ള ഗവൺമെന്റ് ജോബൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഇൻകം സോഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ പെട്ടുപോകും. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താണോ അത് സമൂഹത്തിന്റെ ഒരു മതേതരമായ അല്ലെങ്കിൽ മതാതീതമായ മനുഷ്യത്വത്തിന്റെ ഒരു വെളിച്ചം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര ആൾക്കാർ എങ്ങനെ നമുക്കെതിരെ പിന്നാമ്പുറം കുത്തി നോക്കിച്ചാലും നമ്മൾ മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ലക്ഷ്യം സത്യസന്ധവും അതേപോലെ തന്നെ മനുഷ്യത്വത്തിലേക്ക് വെളിച്ചം വീഴുന്നത് ഹ്യൂമാനിറ്റി മാത്രമായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. കാരണം ഒരു ഇസ്ലാം വിമർശനം എന്ന് പറഞ്ഞാൽ മറ്റു മതത്തിലേക്കാൾ ഉപരിയായിട്ട് കനൽ വഴികളിൽ കൂടെയാണ് നമ്മൾ നടന്നതും അത് തന്നെയാണ് നമുക്ക് തിരിച്ചറിവുമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചിലയിടത്ത് തോറ്റു പോകാം, പക്ഷെ നമ്മളെ നമ്മളെ തകർക്കാൻ കഴിയില്ല. അത് നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ആത്മവിശ്വാസം കൂടട്ടെ ഇത്തരം കേസുകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോ. അതെ, ഇവിടെ ഒരു കൂട്ടിച്ചേർക്കലൂടെ ഉണ്ട്. വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളില് കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമോ വർഗീയതയോ കണ്ടെത്തുന്നതിൽ ഇത്തരം ഊളന്മാര് പറയുന്ന കാര്യങ്ങളില് എന്തുകൊണ്ട് ഇതില് വർഗീയതയോ അല്ലെങ്കിൽ ഇതിലൊരു മതേതരത്വത്തിന് വിഘാതമായ സംഭവങ്ങളോ കണ്ടെത്തുന്നില്ല? അത് അവരൊരിക്കലും കേസുകളിലും മറ്റും പെടാതെ വോട്ട് രാഷ്ട്രീയ ബാങ്കുകൾ സംരക്ഷിക്കുന്നു എന്നാണ് നമ്മുടെ പ്രത്യേകത. എന്നിരുന്നാലും വളരെ നന്ദി ജാഫറെ. കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ മതം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതെന്നും എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ യുക്തിചിന്തയിലേക്ക് വരുന്നതെന്നും ഇതിന്റെ സഹിഷ്ണുത കാരണമാണെന്ന് ജനങ്ങൾക്ക് ഏതാണ്ട് ബോധ്യപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നന്ദി.